أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. السلام عليكم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ദഅവാ സമ്മേളനത്തിൻ്റെ 2ാം ദിനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പീഡിയക്കൽ അവറുകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഹദീസിൽ നിന്നൊരു ഭാഗം നമുക്കറിവ് നൽകുന്നതിന് വേണ്ടി നവാഫ് ബിൻ ജാഫറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലാണുള്ളത്. ഓരോ ദിവസവും നമ്മൾ ഓരോ വിഷയത്തിൽ അടിസ്ഥാനമായി ദീർഘമായ പ്രഭാഷണം കേൾക്കുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങൾ, ഇവക്കാണ് പൊതുവെ ഹദീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപരമായും സ്വഭാവപരമായുള്ള സവിശേഷതകൾക്കും ഹദീസ് എന്ന് ചില പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുണ്ട്.
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹദീസല്ല. ഒരു ഉദാഹരണം എന്ന നിലക്ക്, ഞാൻ പറഞ്ഞു എന്ന നിലയിൽ ഞാൻ പറയാത്ത മറ്റൊരു കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വർത്തമാനമല്ലാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഹദീസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ അല്ലേ എന്നെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ അതിനൊരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കെല്ലാം ശേഷമേ അത് ഹദീസായി പരിഗണിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസായി പരിഗണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വ്യത്യസ്ത വിഭാഗങ്ങളാക്കി അതിനെ തിരിക്കുകയും അതിനനുസരിച്ചാണ് മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മൾ ഇൻഷാ അല്ലാഹ് 2 ചെറിയ ഹദീസുകളാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹ് അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഈമാന, തീർച്ചയായും വിശ്വാസം എന്ന് പറയുന്നത്, ലയഖ്ലഖു ഫീ ജൗഫിൽ അഹദികും കമാ യഖ്ലഖു സൗബ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്ന് നുരുമ്പിച്ചു പോകും. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകളിൽ കടന്ന് നുരുമ്പിച്ചു പോകും. വസ്ത്രം നുരുമ്പിച്ചു പോകുന്നത് പോലെ, വസ്ത്രം കുറേ കഴിഞ്ഞാൽ ആ വസ്ത്രം ഇങ്ങനെ നുരുമ്പിച്ച് അതിൻ്റെ തിളക്കവും അതിൻ്റെ പുതുക്കവും എല്ലാം നഷ്ടപ്പെട്ട് അതിങ്ങനെ നുരുമ്പിച്ചില്ലാതായിത്തീരും. അതുപോലെ വിശ്വാസവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നുരുമ്പിച്ചു പോകും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക, അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇടയ്ക്കിടയ്ക്ക് പുതുക്കിത്തരാൻ വേണ്ടി അള്ളാഹുവോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ചില സമയത്ത് നമുക്കിങ്ങനെ തീരെ ഒരു ഈമാൻ ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാകും, ചില സമയത്ത് നല്ല ഈമാനുള്ള മാതിരി ഫീലിംഗ് ഉണ്ടാവും. അതങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞത്, അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് അള്ളാഹിനോട് ഇങ്ങനെ പുതുക്കിക്കൊണ്ടേ തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അള്ളാഹുവെ എൻ്റെ ഈമാൻ എനിക്ക് പുതുക്കി തരണമേ, എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ച് തരണേ എന്ന് നമ്മൾ അള്ളാഹുവോട് പറഞ്ഞു കൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥനയായിരുന്നു. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയം നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇസ്ലാം ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. അദ്ദേഹം പോലും ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയം ഒരിക്കലും നിസ്സാരമായി കാണരുത്. മറ്റൊരു ഹദീസ് വളരെ പ്രധാനപ്പെട്ട വളരെ സുന്ദരമായൊരു ഹദീസാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ മാർബിളിൽ കൊത്തിവെക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട മറ്റൊരു ഹദീസാണ്. അൻ അബീ ഹുറൈറത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ തആല യഖൂൽ, തീർച്ചയായും അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇങ്ങനത്തെ ഹദീസുകൾക്ക് ഖുദുസിയായ ഹദീസ് എന്നാണ് പറയുക. അള്ളാഹു നേരിട്ട് പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്കുകളുള്ള ഹദീസുകൾക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദമ തഫറഗ് ലിഇബാദതി, ആദമിൻ്റെ സന്തതി, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ആദമിൻ്റെ സന്തതി തഫറഗ് ലിഇബാദതി, എനിക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി, എനിക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഉള്ളിൽ എപ്പോഴും ഓർത്താൽ കിട്ടാവുന്ന ഒരു സ്ഥലത്ത് ഓർമ്മിച്ച് വെക്കേണ്ട ഹദീസാണ്. എനിക്ക് ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. അംല സദറക ഗിന, അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നാം ധന്യത നിറക്കും.
എനിക്ക് ആരാധന അർപ്പിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരുന്നാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ധന്യത നിറക്കും. വഅസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ നാം പരിഹരിക്കുകയും ചെയ്യും. വഇല്ലാ തഫഅൽ, നീ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മലഅതു യദൈക ശുഗ്ല, നിന്റെ കയ്യിൽ ഒരുപാട് പണികൾ തരും, നീ എപ്പോഴും ബിസി ആയിരിക്കും. വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ പരിഹരിക്കുകയുമില്ല. അള്ളാഹു പറയുന്ന വാക്കാണ്. യബ്ന ആദം, ആദമിന്റെ സന്തതി, നമ്മൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചെറിയവരെയും വലിയവരെയും എല്ലാവരും ഉൾക്കൊള്ളുന്ന ആദമിന്റെ മക്കൾ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ നമ്മളെ വിളിച്ച് അള്ളാഹു പറയുകയാണ്, തഫറഗ് ലിഇബാദതി, എനിക്ക് ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക. നമ്മൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ദുആകൾ ചൊല്ലിക്കൊണ്ട്, നമ്മൾ നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട്, നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട്, അള്ളാഹുവോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ ആരാധന ചെയ്യുവാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക. ആരാധന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും, ആരാധനയല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, ഇസ്ലാം വിലക്കിയതൊഴികെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ ആരാധനയുടെ വിഷയം വരുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല, ഇസ്ലാം അനുവദിച്ചതൊഴികെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതൊഴികെ ബാക്കി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് തരത്തിലുള്ള ആരാധനകൾ പരിശീലിക്കുന്ന, അത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, ഒരുപാട് തരത്തിലുള്ള ആരാധന എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ആരാധന എന്ന പേര് പറഞ്ഞ് നമുക്ക് തോന്നിയത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഇസ്ലാം പഠിപ്പിച്ചതൊഴികെ. ഒരു കാര്യം അത് അള്ളാഹുവിനോടുള്ള ആരാധനയാവണമെന്നുണ്ടെങ്കിൽ ആര് പഠിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരണം. അങ്ങനത്തെ ആരാധനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആരാധനകൾ, അത് ഒരുപാട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കുക തന്നെ വേണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഷഅബാനിലാണുള്ളത്. ഷഅബാൻ 15 ആവാൻ പോവുകയാണ്. ഷഅബാൻ 15 ആയാൽ ബറാഅത്ത് നോമ്പ്, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് പല ആളുകളും വരും. നമുക്ക് അങ്ങനെ ഒരു നോമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നോൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ബറാഅത്ത് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുള്ള ഹദീസ് മൗദൂ ആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ നബിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണ്. ഉദാഹരണത്തിന് പറയാ, ഒരാൾ പറഞ്ഞു, ഞാനിവിടെ നിന്ന് രാവിലെ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഏതോ സിനിമാ പാട്ടാണ് പാടിത്തന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അല്ലല്ലോ, ഞാൻ ചെയ്യാത്തൊരു കാര്യം എൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊരു നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടെന്നല്ല നമ്മളോട്. അതുകൊണ്ട് ആരാധന എന്ന പേരിൽ സമൂഹത്തിൽ പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യുക എന്നല്ല. നമുക്ക് വിശ്വസിക്കാവുന്ന പണ്ഡിതന്മാരിൽ നിന്ന് വിശ്വസിക്കാവുന്ന സ്രോതസ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി നമ്മെ പഠിപ്പിക്കുന്ന ആരാധനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ആരാധനകൾ, അത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക. നമ്മൾക്ക് എല്ലാ മാസത്തിലും പകുതിയിൽ 3 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാം. നമുക്ക് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാം, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, അതിന് നമുക്ക് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ധന്യത നിറക്കും. ധന്യത നിറക്കുക എന്ന് പറഞ്ഞാൽ എത്ര പൈസ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് മനസ്സിന് ഭയങ്കര ഇടുക്കായിരിക്കും, ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിന് ആരാധന അർപ്പിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ധന്യത ഉണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരിത്തിരി ഭക്ഷണമേ ഉള്ളൂ, അതിൽ ഭയങ്കര സംതൃപ്തിയുള്ളൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് പൈസയേ ഉള്ളൂ, അതുകൊണ്ട് ആ മാസം മുഴുവൻ വളരെ ഉഷാറായിട്ട് പോകുമെങ്കിൽ അതിൻ്റെ ഒരു ബർക്കത്ത് ആലോചിച്ച് നോക്കി. ഇതാണ് ധന്യത എന്ന് പറഞ്ഞാൽ. ധനം ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതല്ല ധന്യത. മാത്രവുമല്ല, നമ്മൾക്ക് ഫഖർ വരാതെ, ദാരിദ്ര്യം വരാതെ നമ്മെ കാത്തു രക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു വാഗ്ദാനമായി പറഞ്ഞതാണ്. അസുദ്ധ ഫഖർക്ക്, ഞാൻ അവൻ്റെ ദാരിദ്ര്യം പരിഹരിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. നമുക്കെല്ലാവർക്കും ഭക്ഷണം തരുന്നത് അള്ളയാണ്. ആ അള്ളാഹ് നമ്മുടെ ദാരിദ്ര്യം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളിങ്ങനെ ചെയ്താൽ അള്ളാഹ് നമ്മുടെ ദാരിദ്ര്യം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് അള്ളാഹു പറഞ്ഞ പണി ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക,
സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാം, എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാം. അതുപോലെ ഓരോ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് നോൽക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ ആരാധനകളും പരമാവധി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങളിൽ ധന്യത നൽകും. അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാ സമയത്തും ബിസി ആയിരിക്കും, ഓരോ പണിത്തിരക്കിലായിട്ട് നമ്മൾ ബിസി ആയിരിക്കും, നമുക്കിങ്ങനെ ഒരു സമയം കിട്ടൂല. ശരിക്കും പറയാ, നിങ്ങൾ സമയമില്ലാത്തത് കൊണ്ടല്ല പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സമയമില്ലാത്തത് എന്നാണ് പറയുക ഇതിനെ വിശദീകരിച്ചുകൊണ്ട്. മലഅതു യദൈക ശുഗ്ലൻ എന്നാണ് അള്ളാഹു ആ ഹദീസിൽ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണികൾ തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബിസി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം വേണമെങ്കിൽ, ജീവിതത്തിൽ ഒരു സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. ആ ഇബാദത്ത് എടുക്കുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഇബാദത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, അള്ളാഹിൻ്റെ റസൂലാണ് ഈ ഇസ്ലാം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് വളരെ വൃത്തിയായും ആത്മാർത്ഥമായും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കൂട്ടത്തിലൊരു ചെറിയൊരു വിഷയം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യവും അതുപോലെ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിനൊരു ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ ഒരു അവസരം റിയാദ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഒരുക്കുന്നുണ്ട് എല്ലാ വർഷവും. ലേൺ ദി ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടമായിട്ടാണ്. ഇതിപ്പോൾ 9ാമത്തെ ഘട്ടമാണ് ഇറങ്ങുന്നത്. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ് അവർ ഈ പുസ്തകം എല്ലാവർക്കും എത്തിക്കുക. ഈ വർഷത്തിൻ്റെ തുടക്കം നമ്മുടെ അടുത്ത് അത്യാവശ്യം കുറച്ച് കോപ്പികൾ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഇത് വാങ്ങാവുന്നതാണ്. പൈസ ഒന്നും കൊടുക്കണ്ട, താല്പര്യമാണ് വേണ്ടത്. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതുക. ഇതിൻ്റെ ബാക്കിൽ ഇതിപ്പോൾ 9ാമത്തെ ഘട്ടത്തിലും 4 സൂറത്തുകളാണ്. സൂറത്ത് അഹ്സാബ്, സജദ, ലുഖ്മാൻ, റൂം. ഈ 4 സൂറത്തുകളും കൃത്യമായ വിവരണ സഹിതം എല്ലാം അമാനി മൗലവിൻ്റെ തഫ്സീർ അടങ്ങുന്ന, കൃത്യമായ വിവരണം അടങ്ങുന്ന ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ബാക്ക് ഭാഗത്താണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓൺലൈനായിട്ടായിരിക്കും നമുക്ക് എക്സാം നടക്കുന്നുണ്ടാവുക. എക്സാം വരുന്നത് ഈ വർഷം 2026 നവംബർ 13-ാം തീയതിയാണ്. അത്യാവശ്യം മാസം പഠിക്കാനും അതിനെക്കുറിച്ച് നന്നായിട്ട് അതിൽ ഇടപെടാനും എല്ലാം അവസരമുണ്ട്, സമയമുണ്ട് നമുക്ക്. അപ്പോൾ താല്പര്യമുള്ള, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിത് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തരുന്നതാണെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പിടിയേക്കൽ അവറുകളെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ولقد يسرنا القرآن للذكر فهل من مدكر. ഏറെ ബഹുമാന്യരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടുകാരെ, കുട്ടികൾ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ സാധ്യമാം വിധം ജീവിതത്തിൽ പാലിക്കാൻ
ബോധപൂർവം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഈ പ്രദേശത്തെ ദഅവ സമ്മേളനം ഇന്നലെ തുടക്കം കുറിച്ചു. ഇനി ഇന്നും നാളെയുമായിട്ടാണ് നമുക്ക് പ്രോഗ്രാമുള്ളത്. എനിക്ക് നിങ്ങളങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതിൽ വല്ലുപ്പുണ്ട്, വല്ലുമ്മണ്ട്, ഉപ്പുണ്ട്, ഉമ്മുണ്ട്, മക്കളുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്, പേരക്കുട്ടികളുമുണ്ട്. ഇപ്പോൾ കുടുംബസമേതമുള്ള ഈ ഇരുത്തം അള്ളാഹു നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയും എളുപ്പമാക്കി തിരുമാറാകട്ടെ. നമ്മുടെ വിഷയം ഇതാണ്: ജീവിതത്തോട് ചേർത്ത് വെക്കുക ഖുർആനിനെ. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വശ്യമായ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കു പറഞ്ഞാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ പ്രഭാഷണത്തെക്കാളപ്പുറം ഇവിടെ പാരായണം ചെയ്ത ഖുർആനിൻ്റെ വരികൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ കൽബ് പടയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ രോമാഞ്ചമുണ്ടാകും. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ചർമ്മങ്ങളും വിനയാന്വിതമാകും. ജീവിതത്തോട് ചേർത്ത് വെക്കുക വിശുദ്ധ ഖുർആനിനെ. ഇതാണ് നമ്മുടെ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വരികൾ കേൾക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഖുർആനിൻ്റെ അർത്ഥവും താല്പര്യവും ഒക്കെ അറിയാനുള്ള അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ. ഇന്ന് നമുക്ക് മുന്നിൽ വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ തഫ്സീറുകൾ അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഷകളിലെല്ലാം നമ്മുടെ മുന്നിൽ സാധ്യമാണ്. അത്രയധികം സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും വിശുദ്ധ ഖുർആനിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾ ജീവിതത്തോട് വിശുദ്ധ ഖുർആനിനെ ചേർത്ത് വെച്ചതുപോലെ നമുക്ക് കഴിയാറുണ്ടോ? സഹാബത്ത് ചേർത്ത് വെച്ചതുപോലെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അവർ സഹാബികളാണ്, അവർ അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു പറഞ്ഞവരാണ്. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞവരാണ്. അവരുടെ അത്ര ഈമാനും കരുത്തും ഈമാനികമായ വിശുദ്ധിയും ഈമാനികമായ ഫലവും ഒരു പക്ഷെ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നടന്ന വഴിയിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴിയിൽ, പൂർവസൂരികളായ അല്ലാഹ് തൃപ്തിപ്പെട്ട മുൻഗാമികളായ സലഫുകൾ നടന്ന വഴിയിലൂടെ നടക്കാൻ നമുക്ക് പരിശ്രമിക്കാമല്ലോ. അവർ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വച്ചതുപോലെ ആ ചരിത്രത്തെ കേട്ട്, ആ ചരിത്രത്തെ പഠിച്ച്, ആ ചരിത്രത്തെ മനസ്സിലാക്കി നമ്മളാൽ കഴിയും വിധം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെക്കാനും നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കാനും നമുക്ക് പരിശ്രമിക്കാമല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതലേ പ്രവാചകന്റെ കൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഉള്ള സമയത്ത് തന്നെ നബിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹാബ വനിത നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഉമ്മു ഐമൻ എന്നാണ് അവരുടെ പേര്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. അത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമായിരുന്നു,
വല്ലാത്ത വേദനയിലായിരുന്നു അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ സഹാബി ലോകം ഒന്നടങ്കങ്ങനെ തരിച്ചു നിന്നു. ആ രംഗത്തെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറയണത്, ഒരു തണുത്ത രാത്രിയിൽ മഴ നനഞ്ഞു നിൽക്കുന്ന ആട്ടിൻ പറ്റങ്ങളെപ്പോലെ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ് സഹാബത്ത്. എന്ത് പറയണം, എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എങ്ങനെ വെക്കണം എന്നുപോലും അറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവരൊക്കെ. അത്രമേൽ വേദനയുടെ ആഴം, അത്രമേൽ സങ്കടം. കാരണം അവരുടെ എല്ലാമായ അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അവരവരുടെ ജീവനേക്കാളേറെ സ്നേഹിച്ച അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അവർക്ക് അവരുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മകനേക്കാൾ, മകളേക്കാൾ, പേരമക്കളേക്കാൾ, ലോകത്തുള്ള മറ്റെന്തിനേക്കാൾ കൂടുതൽ അവർ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത അവരുടെ ജീവന്റെ ജീവനായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതിൻ്റെ സങ്കടമുണ്ടവർക്ക്, അതിൻ്റെ വേദനയുണ്ടവർക്ക്. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ വീട്ടിലേക്കൊന്ന് ചെന്ന് അവരോടൊന്ന് ആശ്വാസ വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പോകുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഉമ്മു ഐമൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൻ്റെ ഉമ്മയോടൊപ്പമുള്ള ഒരു യാത്രക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം ഉമ്മാനെ നഷ്ടപ്പെടുന്നുണ്ട്. അതിനു മുമ്പേ, ഈ ഭൂമി ലോകത്ത് പിറന്നു വീഴും മുമ്പേ ഉമ്മാന്റെ ഗർഭാശയത്തിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. തൻ്റെ ഉപ്പാനെ ഒരു നോക്ക് കണ്ടിട്ട് പോലുമില്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഉമ്മാന്റെ ചൂടും സ്നേഹവും ലാളനയും അനുഭവിച്ചാസ്വദിച്ച് തീരും മുമ്പേ 6-ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മയെയും നഷ്ടപ്പെട്ടു. ആ സമയം മുതൽ പ്രവാചകന്റെ ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിനയോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഉമ്മു ഐമൻ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ആ ബാല്യകാലം ഉമ്മു ഐമന്റെ ഒരു ചൂടിലും തണലിലും ആശ്വാസത്തിലുമായിരുന്നു. തുടർന്ന് അങ്ങോട്ടെ എത്രയോ വർഷങ്ങൾ, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്റെ 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്നു. അപ്പോഴും ഉമ്മു ഐമനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും കടന്നു ചെല്ലുന്നത്. അവർ പോയി ആശ്വാസ വർത്തമാനങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും ഹൈറായതെന്തോ അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാവുക. അതുകൊണ്ട് പ്രവാചകന്റെ വിയോഗത്തിൽ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. ഈ ആശ്വാസ വർത്തമാനങ്ങൾ കേട്ട് അന്ന് ഉമ്മു ഐമൻ പറഞ്ഞത്, എനിക്കറിയാം ഏറ്റവും ഹൈറായതെന്തോ അതിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പടച്ചറബ് വിളിച്ചിട്ടുള്ളത്. ഞാനത് ഉൾക്കൊള്ളുന്നു. എനിക്കതിൽ പ്രയാസവും വേദനയുമുണ്ട് പ്രവാചകന്റെ വേർപാടിൽ. അതേസമയം എന്നെ സങ്കടപ്പെടുത്തുന്ന വല്ലാത്തൊരു കാര്യം കൂടിയുണ്ട് എന്നവർ പറഞ്ഞു. എന്തേ അത് എന്നവർ അന്വേഷിച്ചു. അന്ന് ഉമ്മു ഐമൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ ആകാശ ലോകത്ത് നിന്നുള്ള വഹീ നിലച്ചു. ഇനി വഹീ ഉണ്ടാവില്ലല്ലോ, ഇനി അള്ളാഹുവിൽ നിന്ന് വഹീ ഉണ്ടാവില്ലല്ലോ. അന്തിമ പ്രവാചകനിലൂടെ അള്ളാഹു നൽകിയ വഹീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇതാ തീരുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ടു. ഇനി മറ്റൊരു വചനം ആകാശ ലോകത്ത് നിന്ന് അവതരിപ്പിക്കാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗത്തോടുകൂടെ വഹീം നിലച്ചുപോയി എന്ന് പറഞ്ഞവർ കരഞ്ഞു. അവരെ ആശ്വസിപ്പിക്കാനാണ് ഈ രണ്ടാളും പോയത്. നോക്കുമ്പോൾ ഈ വർത്തമാനങ്ങൾ കേട്ട് തലകൾ താത്തി തേങ്ങുന്ന അബൂബക്കറിനെയാണ്
ഉമർ ബിൻ ഖത്താബിനെയാണ് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവർ അള്ളാഹുവിൻ്റെ വഹീനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവരവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നു. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളെയും ഓരോ സൂറകളെയും അവർ ഹൃദയം തുറന്നാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് പൂർവസൂരികളായ നമ്മുടെ മുൻഗാമികൾ, സഹാബത്ത്, സഹാബ വനിതകൾ, സഹാബിവര്യന്മാർ ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവരുടെ ഈമാൻ കരുത്തുള്ളതായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷെ ഈമാൻ കൂട്ടാനുള്ള മാർഗം നമുക്കെല്ലാം ഉള്ള ഒരു പരാതി ഇതാണ്: പഴയ പോലെ ഒന്നൊരു ഈമാനികമായൊരു ഉണർവില്ല. മുമ്പൊക്കെ ഉള്ള റമദാനിലൊക്കെ ഈമാനികമായ എന്തെന്നില്ലാത്തൊരു തരം ആവേശവും ഈമാനികമായൊരു കരുത്തും കിട്ടിയിരുന്നു. ഇപ്പം അതൊന്നുമില്ല. പഴയ പോലുള്ള ഈമാനില്ല, പഴയ പോലുള്ള ഈമാനികമായ ഉണർവില്ല, പഴയ പോലുള്ള അവസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാം ഒരു സങ്കടവും നമ്മുടെ എല്ലാം വേദനയും നമ്മുടെ എല്ലാം പരാതിയും നമ്മുടെ എല്ലാം പ്രശ്നവുമാണ്. ഈമാൻ കുറയണോ, ഈമാൻ പഴയ പോലെയല്ല. എന്നാൽ ഈ പരാതിക്ക്, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. എന്താണ് ആ പരിഹാരം? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനുമായി ഉള്ള ബന്ധം ഊഷ്മളമാക്കാനാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ സ്ഥിരമായി നിരന്തരം കേൾക്കുക, വിശുദ്ധ ഖുർആനുമായി ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്തുക, അള്ളാഹുവിന്റെ ആയത്തുകളെ കണ്ണും കാതും കൽബും തുറന്ന് കേൾക്കുക. ഈമാനാണ്ട് കൂടുമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ആയത്തുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ നമ്മുടെ കാതുകൾ മാത്രമല്ല നമ്മുടെ കണ്ണും നമ്മുടെ കൽബും തുറന്നാൽ ഈമാൻ കൂടും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതേ മാർഗമുള്ളൂ, അല്ലാണ്ട് ഒരു എളുപ്പപ്പണിയില്ല. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള എത്ര കണ്ട് നമുക്ക് ബന്ധമുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഈമാൻ കരുത്തുള്ളതാകും, ഈമാൻ കൂടും. ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ എത്ര കണ്ട് നമുക്ക് കുറയുന്നുവോ, ഖുർആനുമായിട്ടുള്ള ബന്ധം എത്ര കണ്ട് നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്ര കണ്ട് നമ്മുടെ ഈമാനിന് കുറവ് സംഭവിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള നമുക്ക് ലഭിക്കുന്ന ഒരു സമയവും നമ്മൾ മാറ്റിവെക്കരുത്. റമദാൻ ആകട്ടെ എന്ന കാത്തിരിപ്പിലാണ് നമ്മൾ ഖുർആൻ ഒന്ന് ഓതാൻ. അല്ല, റമദാൻ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചേക്കാം. നമുക്കറിയില്ലല്ലോ, നാളെ ആകുന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പില്ലല്ലോ. നമ്മളിട്ട ഷർട്ട് നമ്മൾ തന്നെ ഊരുന്ന എന്തുറപ്പാണ് നമുക്കുള്ളത്? പിന്നെയാണ് നമ്മൾ റമദാൻ വരട്ടെ വേണ്ടി കാത്തിരിക്കുന്നത് ഖുർആൻ ഓതാൻ. വിശുദ്ധ ഖുർആൻ റമദാനിൽ ഖത്തം തീർത്ത് ഓതാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ അങ്ങനെയാണ് ചേർത്ത് വെച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ, അദ്ദേഹം പഠിച്ച ആയത്തുകൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് വശ്യമായി പാരായണം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാതിലും ജനലൊക്കെ തുറന്നു വെച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളും അയൽക്കാരും എല്ലാം തന്നെ ഇത് കേട്ടിങ്ങനെ തരിച്ചു നിൽക്കും, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട്. ഇതിങ്ങനെ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടുവന്നപ്പോൾ അയൽക്കാര് കൂടുതൽ ശ്രദ്ധിക്കുന്നു. നടന്നു പോകുന്ന വഴിയാത്രക്കാർ വരെ വിശുദ്ധ ഖുർആന്റെ വരികളെ കേൾക്കാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ടാകുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും മുടക്കണം എന്നതായിരുന്നു അവിടെയുള്ള സത്യനിഷേധികളുടെ തീരുമാനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. കുറച്ചുകൂടി ആളുകൾ കൂടാൻ തുടങ്ങി. അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾക്ക്, എന്തെന്നില്ലാത്ത ഈർഷ്യത ഉണ്ടാക്കി അവർക്ക്. കാരണം കൂടുതൽ ആളുകൾ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുന്നു, അവർ അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ വിനയാധീനമായി നിൽക്കുന്നു. പലരും പരിവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. അതെല്ലാം ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും മുടക്കണം. വിശുദ്ധ ഖുർആൻ വീട്ടിന്റെ പുറത്തിരുന്ന് ഓതുന്ന പരിപാടി നിർത്തുക എന്നുള്ളതായിരുന്നു, അതിനെ മുടക്കുക എന്നതായിരുന്നു ആദ്യത്തെ പണി. പിന്നെ വീട്ടിന്റെ അകത്തും അത് പറ്റൂല എന്നായി. ഒടുവിൽ ആ നാട് വിടേണ്ട അവസ്ഥ വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. മക്ക വിടാൻ നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുന്നത് മുശ്രിക്കായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ താങ്കൾ എവിടേക്കാണ് പോണത്? ഞാൻ പോവുകയാണ്, മക്ക വിടാൻ. അദ്ദേഹം പറഞ്ഞു, താങ്കളെ പോലുള്ള ആളുകളെ മക്ക ഒരിക്കലും പുറത്താക്കരുത്.
താങ്കളെ പോലെയുള്ള ആളുകൾ മക്കയിൽ നിന്ന് പുറത്തു പോകുകയും അരുത്. അത്രയും പ്രിയപ്പെട്ടവനാണ് മക്കൾക്ക് താങ്കൾ. അബൂബക്കറിന്റെ സ്വഭാവവും നിലപാടും സമീപനവും ഒക്കെ അങ്ങനായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനം എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതി തുടങ്ങുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ടമിടറും, ആ കണ്ണ് നിറയും. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതനാകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കി, സ്വർഗത്തിൽ ഞാനൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹ് എനിക്ക് അവസരം തന്നാൽ ഞാൻ എൻ്റെ അബൂബക്കറിനെ സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ആ സ്ഥാനം? അള്ളാഹിന്റെ റസൂലാണത് പറയുന്നത്. ഞാൻ എൻ്റെ അബൂബക്കറിനെ സ്വീകരിക്കും എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരനായിട്ട്. അങ്ങനെ ഒരു ചാൻസ് അള്ളാഹ് തന്നാൽ എത്ര എത്ര സ്ഥാനമുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ അബൂബക്കറിനുള്ള സ്ഥാനം. എത്ര ഊഷ്മളമായ ബന്ധാണ് അവർ തമ്മിൽ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തിനെ അത്രമേൽ ഗൗരവത്തോടെ ഉൾക്കൊണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കിടക്കുന്ന ഒരു രംഗത്ത് സഹാബത്തൊക്കെ തരിച്ചു നിൽക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെങ്കിലും റസൂലുള്ള മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാളുകൊണ്ട് മറുപടി പറയും എന്ന് പറഞ്ഞൊരു ഘട്ടം ഈ ചരിത്രം പലവട്ടം കേട്ടിങ്ങനെ തഴമ്പിച്ചിട്ടുണ്ട് നമ്മുടെ കാതുകൾ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അല്പം ദൂരെയായിരുന്നു അദ്ദേഹം. വാർത്ത കേട്ട് ധൃതിയിൽ വന്നു. തൻ്റെ മകളുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയിരിക്കുന്നു. തൻ്റെ എല്ലാമായ തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ നെറുകയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുടുചുംബനം നൽകുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ വറക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തനിക്ക് ചുറ്റും നിന്ന സഹാബത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചു കിടക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ ആയത്ത് പാരായണം ചെയ്യുകയാണ് അദ്ദേഹം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതുഹും അലാ അഖാബികും എന്ന അല്ലാഹുവിന്റെ ആയത്ത് അങ്ങോട്ട് ഉറക്കെ അദ്ദേഹം പാരായണം ചെയ്യാൻ. മുഹമ്മദ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതിൽ, അദ്ദേഹം സാധാരണഗതിയിലുള്ള മരണത്തിനോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ഉഹദിന്റെ രണഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഇവിടെ ഓതുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇതിങ്ങോട്ട് കേട്ടപ്പോ അത്രയും നേരം അങ്ങനെ ധൈര്യത്തിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ കൈകൾ ഉറക്കുന്നു, ആ കാലുകൾ ഉറക്കുന്നു. അദ്ദേഹം തളർന്നിരുന്നു പോകുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ആയത്ത് ആദ്യമായി കേൾക്കുന്നത് പോലെയായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ഞാൻ ഉറപ്പിച്ചു, എൻ്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്ന് ഞാൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് ഈ ആയത്ത് കേട്ടിട്ടാണ്. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അങ്ങനെയാണ് സഹാബത്ത് കണ്ടത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ അങ്ങനെ ഹൃദയം തുറന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോരോ സഹാബി വര്യന്മാരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം ഈ ഒരു അർത്ഥത്തിലുള്ള വല്ലാത്ത മാറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് വായിക്കാനും കേൾക്കാനും പഠിക്കാനും അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ വായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കൈ തുമ്പിലുണ്ട്. അതിനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എത്ര കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഖുർആൻ, ശരിയായ ചൊവ്വായ വഴിയിലേക്ക് വഴിമാർഗദർശനം നൽകുന്ന അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇതാ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ.
വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്ന അള്ളാഹുവിന്റെ വേദപ്രമാണമിതാ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ ചൊവ്വായ വഴിയിലേക്ക് വഴി നടത്തുന്ന ഒരു ഗ്രന്ഥം. നമ്മൾ ഈ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുന്ന ഗ്രന്ഥം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് വാഗ്ദാനം നൽകുന്ന, നമുക്ക് സന്തോഷ വർത്തമാനം നൽകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ വേദ ഗ്രന്ഥമിതാ എന്ന് അള്ളാഹു സൂറ ഇസ്രായേൽ 9-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, ഇത് എനിക്ക് ശരിയായ വഴിയും വെളിച്ചവും നൽകുന്ന ഗ്രന്ഥമാണ്, എന്നെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്, എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ഉതകുന്ന ശക്തമായ സാരോപദേശങ്ങൾ പടച്ചറബ് നൽകുന്ന വേദപ്രമാണമാണിത്, എന്റെ വഴികാട്ടിയാണിത് എന്ന ആഴത്തിലുള്ള ബോധ്യമുണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു ഹുദ എന്ന് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൽ നിന്നുള്ള ഹുദയാണിത്. ഖുർആൻ പറഞ്ഞല്ലോ ഹുദൽ ലിന്നാസ് വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് ഹുദയാണ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണ്. ഇത് അൽ ഫുർഖാനാണ്, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. സത്യമേതെന്നും അസത്യമേതെന്നും നന്മയെന്തെന്നും തിന്മയെന്തെന്നും ധർമ്മമെന്തെന്നും അധർമ്മമെന്തെന്നും ശരിയെന്തെന്നും തെറ്റെന്തെന്നും കൃത്യമായി ലോകത്തെ പഠിപ്പിക്കുന്ന അൽ ഫുർഖാനാണ് വിശുദ്ധ ഖുർആൻ. ആ ഹുദയെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിനെ അൽ ഫുർഖാനായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമാകും, നമുക്ക് വെളിച്ചമാകും. ഇരുട്ട് നിറഞ്ഞ വഴിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വെളിച്ചം നൽകും, ശരിയായ മാർഗദർശനം നൽകും. വിശുദ്ധ ഖുർആനിനെ അള്ളാഹു നൂർ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ പ്രകാശമാണ്, വഴി നടത്തുന്ന വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 174-ാമത്തെ ആയത്തിലാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹുദയായി, ഫുർഖാനായി, ബുർഹാനായി, നൂറായി, ഷിഫയായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹ് പറഞ്ഞതിന് പ്രകാരം അള്ളാഹുവിന്റെ ആയത്തുകളെ മുറുകെ പിടിക്കാനും നമുക്ക് കഴിയണം. പക്ഷേ പലപ്പോഴും നമുക്കതിന് നേരല്ല, നമുക്കതിന് സമയമില്ല. പിന്നെങ്ങനെയാണ് അത് നമുക്ക് വെളിച്ചമാവുക? പിന്നെങ്ങനെയാണ് നമുക്കത് ഹുദയാവുക? പിന്നെങ്ങനെയാണ് നമുക്ക് ഖുർആൻ അൽ ഫുർഖാൻ ആവുക? നമ്മൾ അറിയണം, ചരിത്രത്തിൽ മക്കയിലെ ബന്ദികളെ പിടിച്ചിരിക്കുകയാണ് മദീനയിൽ. ആ ബന്ദികളുടെ വിഷയത്തിൽ പ്രവാചകനുമായി സംസാരിക്കാൻ വേണ്ടി മക്കക്കാർ നിശ്ചയിച്ച ഒരാൾ കടന്നു വരികയാണ്. അയാളുടെ പേര് ജുബൈർ ബിൻ മുത്ഇം എന്നാണ്. ജുബൈർ ബിൻ മുത്ഇം. അദ്ദേഹം വന്നത് ഏറെക്കുറെ മഗ്രിബിനോട് അടുത്ത സമയമാണ്. ആ സമയത്ത് പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കുകയാണ്. നമ്മൾ അറിയണം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഗ്രിബിന് പാരായണം ചെയ്ത് സൂറത്ത് തൂറാണ്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പലവട്ടം കേട്ടവരാണ് നമ്മൾ. ഖുർആനിലെ 52-ാമത്തെ സൂറയാണ് സൂറത്ത് തൂർ. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫി റഖിൻ മൻശൂർ എന്ന് തുടങ്ങുന്ന സൂറത്ത് തൂർ. ഒരുപാട് വട്ടം നമ്മളത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മഗ്രിബിന്റെ സമയത്ത് പ്രവാചകന്റെ മദീനയുടെ പള്ളിയുടെ പരിസരത്തെത്തിയ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ ഒഴുകിയ സൂറ തൂറിന്റെ വരികൾ കേട്ട അദ്ദേഹം തരിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഞാൻ കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. വല്ലാത്ത അത്ഭുത വരികളാണല്ലോ ഇത്. സൂറത്തൂറിന്റെ വരികൾ കേട്ട് ഒടുവിൽ വിശുദ്ധ ഖുർആനിലെ 35-37-ാമത്തെ ആയത്ത് എത്തുന്നതോടുകൂടെ എൻ്റെ ഹൃദയം അങ്ങോട്ട് പിടിച്ചുലയാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുമാറ് എനിക്ക് അനുഭവപ്പെട്ടു. വദാലിക അവ്വലു മാ വഖറൽ ഈമാൻ ഫി ഖൽബി, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാനിന്റെ സ്പർശമുണ്ടായത് അന്നാണ് സൂറ തൂറിന്റെ വരികൾ കേട്ടിട്ടാണ്. നിങ്ങൾ നോക്കി, ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംഭവം. സൂറത്ത് തൂർ ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അമാനി മൗലയുടെ തഫ്സീർ നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ചെറിയ മുണ്ടത്തിൻ്റെയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും കൂടി എഴുതിയ അതിൻ്റെ മലയാള വിവർത്തനം നമ്മുടെ മുന്നിലുണ്ട്. സൂറത്ത് തൂറിലെ വരികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കും.
എന്തുകൊണ്ടാണ് ജുബൈർ ബിൻ മുത്തീം അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തെ പിടിച്ചു കുലുക്കുവാൻ മാത്രം, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ മാത്രം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ സ്പർശം ആദ്യമായി സ്പർശിക്കുവാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഇതിന്റെ വരികൾക്കുള്ളത്. അതിന് നമ്മൾ സൂറ തൂർ ഒന്ന് ഹൃദയം തുറന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ മുൻഗാമികളുടെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ സ്പർശം നൽകിയ, ഈമാനികമായ പ്രകാശം നൽകിയ അതേ സൂറ തൂർ തന്നെയാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത്. ഒരു മാറ്റമില്ല. ഒരായത്ത് കൊഴിഞ്ഞു പോവുകയോ, ഒരായത്ത് കൂട്ടപ്പെടുകയോ, ഒരായത്തിന്റെ പാതി പോവുകയോ, പാതി കൂട്ടിച്ചേർക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവതരിപ്പിക്കപ്പെട്ട അതേ തനിമയിൽ, അതേ വിശുദ്ധിയിൽ, അതേ പൂർണ്ണതയിൽ, അതേ തികവോടെ, മികവോടെ, പരിപൂർണതയിലാണ് ഇന്നും അള്ളാഹുവിന്റെ വരികൾ നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു മനസ്സോടുകൂടെ സൂറ തൂറിന്റെ വരികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കാം. അങ്ങനെ അങ്ങനെ അള്ളാഹുവിന്റെ ആയത്തുകളെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണമെന്നർത്ഥം. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാം ഈ മുഅല്ലഖാത്തുകളെ കുറിച്ച്. അന്നത്തെ കാലത്തെ കാവ്യ സമ്രാട്ടുകൾ എഴുതിയ കവിതകൾ കഅബയുടെ കില്ലയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഏർപ്പാട്. ലബീദ് ബിൻ റബീഅ എന്ന കാവ്യ സമ്രാട്ട് ഈ പണി ചെയ്തിരുന്നു. പലരും അതുപോലെ. അന്നത്തെ മക്കയിലെ മുശ്രിക്കായ ലബീദ് ബിൻ റബീഅ അറബി സാഹിത്യ തറവാട്ടിലെ കുലപതിയാണ്, വമ്പനാണ്. അദ്ദേഹത്തിന്റെ കവിതകളെ വെല്ലാൻ മറ്റാർക്കും ഒരു കവിത എഴുതി തൂക്കാൻ കഴിയാൻ പറ്റില്ലായിരുന്നു. അത്രക്കും സാഹിത്യത്തിൽ അവഗാഹമുള്ള ആളായിരുന്നു ലബീദ്. പക്ഷെ സഹാബത്ത് എന്ത് ചെയ്തു? ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറയായ സൂറ കൗസറിന്റെ ആയത്തുകളാണ് അന്ന് അവിടെ തൂക്കിയിട്ടത്. ഇതറിഞ്ഞ ലബീദ് ദേഷ്യപ്പെട്ടിട്ട് കോപാകുലനായിട്ട് വരുന്നുണ്ട്. എന്റെ വരികളെ വെല്ലുവിളിക്കാൻ ഒരു വരിയോ? ആരാണത് എഴുതിയത്? അയാൾ വന്നു, വായിച്ചു. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. പിന്നെയും വായിച്ചു. വായന ആവർത്തിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ വരിയല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുള്ളക്ക് എഴുതാൻ പറ്റുന്ന വരിയല്ലത്. സൂറ കൗസറിൽ മീം എന്ന ഹർഫില്ല. മീം എന്ന ഹർഫ് ഉപയോഗിക്കാതെ ഇത്രമേൽ സാഹിത്യത്തിന്റെ പരിപൂർണതയിൽ ഒരു ആശയത്തെ ജനഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ പകർന്നു നൽകുന്ന ഒരു വല്ലാത്ത ആയത്താണ്, വല്ലാത്ത സൂറയാണ് സൂറ കൗസർ. അയാൾ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതൊരു മനുഷ്യന്റെ വരിയല്ല, ഇത് മുഹമ്മദിന്റെ വരികളല്ല. ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് മുഹമ്മദ് അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തുന്നതെങ്കിൽ എന്നെ മുഹമ്മദിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അയാൾ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം കടന്നു വരുന്നുണ്ട്. പ്രായമായ അദ്ദേഹത്തെ രണ്ട് സഹായികൾ ഒന്ന് താങ്ങിയിട്ടാണ് അദ്ദേഹം കഅബയുടെ കില്ലന്റെ അടുത്ത് വരുന്നതും തുടർന്ന് പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നതും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്, എനിക്കുറപ്പായി അല്ലാഹു ഏകനാണ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അങ്ങ് അല്ലാഹുവിൻ്റെ റസൂല് തന്നെ. നിങ്ങൾ നോക്കി, അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ വമ്പൻ കുലകൊമ്പൻ അള്ളാഹുവിന്റെ നിസാരം ആയത്തുകൾക്ക് മുന്നിൽ വിധേയമാവുകയാണ്. ഇത് അള്ളാഹുവിന്റെ വരികൾ തന്നെ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. അദ്ദേഹം അവിടെ വെച്ചൊരു കവിതയും ചൊല്ലുന്നുണ്ട്. മരണമെന്ന വസ്ത്രം അല്ലെങ്കിൽ മരണം എന്നെ പിടികൂടുന്നതിന് മുമ്പ് ഇസ്ലാമാകുന്ന വസ്ത്രമണിയാനുള്ള സൗഭാഗ്യം നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു കാവ്യശകലം അദ്ദേഹം അവിടെ വെച്ച് പാടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകിയതെല്ലാം ഖുർആനിന്റെ ആയത്തുകളാണ്, മരണം വരെ. തുടർന്ന് അദ്ദേഹം ആളുകൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും അള്ളാഹുവിന്റെ ആയത്തുകളാണ്. നിരന്തരം മരണത്തിന് മുമ്പ് ഇസ്ലാമിനെ പുൽകാനുള്ള സൗഭാഗ്യം എന്ന പടച്ചറബിന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതനായി കൊണ്ടാണ് അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതി ലബീദ് ബിൻ റബീഅ ഈ ലോകത്തിന് ഇവിടെ പറയുന്നത് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തേ സൂറ കൗസർ നമ്മൾ എത്ര വട്ടം വായിച്ചിട്ടുണ്ട്. മദ്രസയിൽ നമ്മൾ ആദ്യം കാണാൻ പഠിച്ചതാ, ഫസ്റ്റ് കാണാൻ പഠിച്ച സൂറത്തത്, പെട്ടെന്ന് പഠിക്കാലോ. നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ താല്പര്യം, അതിന്റെ ആശയവും അർത്ഥവും ഒന്ന് ഹൃദയം തുറന്ന് കേൾക്കാനും ഒന്ന് വായിക്കാനും ഒന്ന് പഠിക്കാനും
നമ്മളൊരല്പം സമയം കണ്ടെത്തിയേ മതിയാവും. നമ്മുടെ കുട്ടികൾക്കും അതിന്റെ ആശയവും അർത്ഥവും താല്പര്യവും പകർന്നു കൊടുത്തേ മതിയാവും. മാറ്റങ്ങൾ ഉണ്ടാകും, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ബുദ്ധിരാക്ഷസന്മാരുടെ ബുദ്ധിയെ പോലും പിടിച്ചു കുലുക്കിയ ആയത്തുകളാണിത്. അറബി ഭാഷയുടെ എല്ലാ തലങ്ങളിൽ ആഴത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ വരിയാണിത്. അതുകൊണ്ട് ആ ആയത്ത് അതേ തനിമയോടെ, അതേ തികവോടെ, അതേ പൂർണ്ണതയോടെ ഇന്ന് നമ്മുടെ കൺമുന്നിലുണ്ട്, നമ്മുടെ കൈവെള്ളയിലുണ്ട്. അള്ളാഹുവിന്റെ സൂറ, അള്ളാഹുവിന്റെ ആയത്തുകൾ. ആ ആയത്തുകളെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കേണ്ടത്. ആ ആയത്തുകളെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കേണ്ടത്. മാറ്റമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും ആ പരിവർത്തനം പ്രകടമാകും. നിങ്ങൾ നോക്കി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളുണ്ട്, ഡോക്ടർ ഗാരി മില്ലർ. ശക്തനായ മിഷണറി പ്രവർത്തകനായിരുന്നു, ക്രിസ്തു മതപ്രചാരകനായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടി പല മുസ്ലിം പണ്ഡിതന്മാരായിട്ട് ഡിബേറ്റ് നടത്തിയ ആളാണ് അയാൾ. ഒടുവിൽ സാക്ഷാൽ അഹമ്മദ് ദീദാത്തായിട്ട് അദ്ദേഹം ഒരു ഡിബേറ്റ് നടത്തി. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ദാഇയും പ്രബോധകനുമായിരുന്നു അഹമ്മദ് ദീദാത്ത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യൻ വംശജനാണെങ്കിലും ആഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അവിടെയാണ് വളർന്നതുമൊക്കെ. ലോക പ്രശസ്തനായിരുന്നു അഹമ്മദ് ദീദാത്ത്. ആ അഹമ്മദ് ദീദാത്തായിട്ട് വരെ അദ്ദേഹം ഡിബേറ്റ് നടത്തി എന്ന് പറയുമ്പോൾ എത്ര പേര് അദ്ദേഹം പോയി. 1977 ഈ ഡിബേറ്റ് നടക്കുന്നത്. ഗാരി മില്ലറും സാക്ഷാൽ അഹമ്മദ് ദീദാത്തും തമ്മിലുള്ള ഡിബേറ്റ്. ആ ഡിബേറ്റിന്റെ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്നതായിരുന്നു. ഇസ്ലാമും ക്രിസ്തു മതവും, ഇതാണ് വിഷയം. സ്വാഭാവികമായ ഒരു ഡിബേറ്റിന് പോകുമ്പോൾ പ്രസംഗം പോലല്ല. ആളുകൾ ഇങ്ങോട്ട് പറയും, അതിന് മറുപടി പറയേണ്ടി വരും, പിന്നെയും മറുപടി പറയും, അതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ പരമാവധി പഠിക്കും, പരമാവധി റെഫർ ചെയ്യും. ആ റെഫർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബൈബിളും റെഫർ ചെയ്യുന്നുണ്ട്, ഖുർആനും റെഫർ ചെയ്യുന്നുണ്ട്. ബൈബിളും ഖുർആനും ഒക്കെ പല വചനങ്ങളും പല ആയത്തുകളും പല ഭാഗങ്ങളിൽ അദ്ദേഹം ചെകഞ്ഞ് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിൽ അദ്ദേഹം പറയാണ്, ഞാൻ ബൈബിൾ പലയിടത്തും പരിശോധിച്ച് വരാവുന്ന ചോദ്യങ്ങളും സംശയങ്ങളും വിമർശനങ്ങൾക്കൊക്കെ മറുപടി കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ബൈബിളിൽ എവിടെയൊക്കെയോ ചില അപൂർണതകളുണ്ട്, കുറവുകളുണ്ട്, എവിടെയൊക്കെയോ ചില വിട്ടുപോകലുകളുണ്ട്. സ്വാഭാവികമായി ഞാൻ ഖുർആനും എടുത്തു നോക്കി. അപ്പൊ എൻ്റെ ഒരു ധാരണ ഏറെക്കുറെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന ധാരണയോടുകൂടെയാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്നത് അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഈ ഖുർആൻ. 1977 സാക്ഷാൽ അഹമ്മദ് ദീദാത്തായിട്ട് ക്രിസ്തു മിഷണറിയായി ഡിബേറ്റിന് നേതൃത്വം നൽകിയ മനുഷ്യൻ അടുത്ത കൊല്ലം 1978 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുസ്ലിമാകും. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് അത്ഭുതമാണ് എന്നാണ്. വെറും വർത്താനല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊരു മുസ്ലിം സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എവിടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നാണ് അയാൾ പറയുന്നത്. ഒരു മുസ്ലിം സഹോദരനോട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എവിടെ, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എവിടെ എന്ന് ചോദിച്ചാൽ അവൻ നേരെ വീട്ടിൽ പോയിട്ട് അവന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഷെൽഫിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ കോപ്പി എടുത്ത് തന്ന് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. ഇതാ അത്ഭുതമെന്ന് ഗാരി മില്ലർ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥകാരന്മാരുണ്ടായിട്ടുണ്ട്. ആ ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ സ്വാഭാവികമായ തെറ്റുകളും കടന്നു വരാം. മനുഷ്യന്മാരാണല്ലോ, സ്വാഭാവികമായ തെറ്റുകളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഖുർആനിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന്. തെറ്റില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ കാണിച്ചതാ എന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്നു ഈ ഗ്രന്ഥം. അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ആ മനുഷ്യൻ പറയണത്. അതുകൊണ്ട് തന്നെ അതിലെ തകരാറുകളും തെറ്റുകളും കണ്ടെത്താൻ വേണ്ടി ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ എന്റെ പരിശ്രമങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. വിശുദ്ധ ഖുർആന്റെ വരികൾ ഇത് അള്ളാഹുവിന്റെ ദൈവീകമായ പ്രമാണം തന്നെ എന്ന് എനിക്ക് ബോധ്യമാകുന്നു. ഒടുവിൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഇത് ദൈവീകമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇത് ദൈവീകമാണ്. സൂറ നിസായിലെ 82-ാമത്തെ ആയത്തും കൂടി അദ്ദേഹം കോട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാണ്.
ദ അമേസിംഗ് ഖുർആൻ. അത്ഭുതം, അത്ഭുതമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യം അദ്ദേഹം അതിൽ പ്രത്യേകം കുറിച്ചു വെക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കി. എന്നാൽ ഇദ്ദേഹവുമായി ഡിബേറ്റ് നടത്തിയ സാക്ഷാൽ അഹമ്മദ് ദീദാത്ത് ഇതിനു മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് അൽ ഖുർആൻ, ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ്. ഖുർആൻ അത്ഭുതം മാത്രമല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നുള്ള തലക്കെട്ടിലാണ് അഹമ്മദ് ദീദാത്ത് എഴുതിയ പുസ്തകം. ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടു. ഗാരി മില്ലർ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും വരികളും വർത്തമാനങ്ങളുമാണ്. ഒടുവിൽ അദ്ദേഹം അബ്ദുൽ അഹദ് ഉമർ എന്ന പേരാണ് പിന്നീട് സ്വീകരിച്ചതായി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അദ്ദേഹത്തെ മാറ്റിയ ആയത്തുകൾ, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്വാധീനിച്ച വരികൾ വിശുദ്ധ ഖുർആനിനെ വിമർശന ബുദ്ധിയോടുകൂടെ നോക്കിക്കണ്ടു. പോരായ്മകൾ ഉണ്ടാകുമെന്ന മുൻധാരണയോടുകൂടെ നോക്കിക്കണ്ടു. ഒരുപാട് അബദ്ധങ്ങളുള്ള ഗ്രന്ഥം തന്നെയായിരിക്കുമെന്നുള്ള മുൻവിധിയോടുകൂടെ നോക്കിക്കണ്ടു. പക്ഷെ അറിയും തോറും, പഠിക്കും തോറും, വായിക്കും തോറും, അന്വേഷിക്കും തോറും അദ്ദേഹത്തിന്റെ ബുദ്ധിയെയും ഹൃദയത്തെയും അത് സ്വാധീനിച്ചു. ഒടുവിൽ ലോകത്തോട് അദ്ദേഹം പറയാണ്, ഇത് അത്ഭുതമാണ്, ഇത് മഹാത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിനെ എന്നും വായിക്കാനും പഠിക്കാനും അറിയാനും അന്വേഷിക്കാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട്. എന്നെങ്കിലും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇത് അത്ഭുതമാണെന്ന്, ഇത് മഹാത്ഭുതമാണ് എന്ന്? ലോകത്ത് ഒരുപാട് ബുദ്ധിജീവികളെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു മഹാത്ഭുതമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടോ? ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? ആ ഒരു ബോധ്യം നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു ഹൃദയത്തോടുകൂടെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നോക്കിക്കാണാനുള്ള ഒരു മാതൃക വളരുന്നൊരു തലമുറയുടെ മനസ്സുകളിലും ദിഷണകളിലും പകർന്നു കൊടുക്കാൻ നമ്മൾ ബോധപൂർവം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അത്ഭുതമായി, മഹാത്ഭുതമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളിൽ ഈ മഹിതമായ ഗ്രന്ഥത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടു പഠിക്കട്ടെ അവർ, അള്ളാഹുവിന്റെ വിശുദ്ധ വരികൾ കേട്ടു പഠിക്കട്ടെ അവരുടെ ചെറുപ്പം. പഴയ കാലത്ത് ഉമ്മമാരും വല്ലുമ്മമാരും വല്ലുപ്പന്മാരൊക്കെ മക്കളെ താരാട്ട് പാട്ടുപാടി ഉറക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടായിരുന്നു താരാട്ട് പാട്ടുപാടി നമ്മളെയെല്ലാം ഉറക്കിയത്. ഇന്ന് കാലം മാറി. ഇന്ന് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി നമ്മൾ കേൾപ്പിക്കണത് ഇന്നത്തെ അടിച്ചുപൊളി വെസ്റ്റേൺ മ്യൂസിക്കാണ്, ഇന്നത്തെ മാപ്പിള പാട്ടുകളാണ്. മാത്രമല്ല, ഇന്ന് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന കാർട്ടൂണും അതുപോലെ തന്നെ പല ടൈപ്പ് വീഡിയോസുകളാണ്. അതിങ്ങനെ കണ്ട് 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 കുട്ടി ഇങ്ങനെ തൂങ്ങി 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 അതാണ്ടോ. നിങ്ങൾ നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദി മന്ത്രം അവനെ ഒന്ന് കേൾപ്പിച്ചൂടെ? ആ കുഞ്ഞു മോളെ ഒന്ന് കേൾപ്പിച്ചൂടെ? ചെറുപ്പം മുതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദി മന്ത്രം, സ്വർഗത്തിന്റെ വഴിയടയാളം കേൾക്കാനുള്ള മഹാസൗഭാഗ്യം ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം പിന്നെയും പിന്നെയും അല്ലാഹു നമുക്ക് നൽകുന്നത്. ഈ മഹാസൗഭാഗ്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ? നമ്മുടെ പേരക്കുട്ടികൾക്ക് ഉണ്ടാവണ്ടേ? അതുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തോളിൽ താരാട്ട് പാട്ടുപാടി ഉറക്കുമ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകൾ ആ ചെറിയ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ വരികൾ പകർന്നു കൊടുക്കാൻ കഴിയണം. അവൻ കേട്ടു പഠിക്കേണ്ട ആയത്ത് കുഞ്ഞു കുഞ്ഞു സൂറകൾ, സൂറ ഇഖ്ലാസും ഫലക്കും നാസും, നേരത്തെ സൂചിപ്പിച്ച സൂറ കൗസറും അവന്റെ കാതുകളിലൂടെ അവന്റെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. അവൻ കേട്ടു പഠിക്കട്ടെ, അവൻ ആവർത്തിക്കട്ടെ ആ മന്ത്രങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരമകാരുണ്യകനും കരുണാവാരിധിയുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് അവൻ വായിക്കട്ടെ, ഓതട്ടെ. എത്ര ഹൃദ്യമായി ഈ മാരംഗം! നമ്മുടെ കുഞ്ഞു മകനും മകളും പേരക്കുട്ടിയും നമ്മുടെ മുന്നിലിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ, രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഓടിച്ചാടി കളിക്കുന്ന നമ്മുടെ മകനോ മകളോ പേരക്കുട്ടിയോ ഓടി വന്ന് നമ്മുടെ മടിയിലിരുന്ന് നമ്മളിങ്ങനെ വിരലിങ്ങനെ വെച്ച് ഓതുമ്പോൾ അവരുടെ കുഞ്ഞു വിരലുകൾ നമ്മോടൊപ്പം നമ്മുടെ ആയത്തുകളോടൊപ്പം വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു കൺകുളിർമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ സന്തോഷം മറ്റെന്താണുള്ളത്?
നമ്മുടെ മകൻ, നമ്മുടെ മകൾ, നമ്മുടെ പേരക്കുട്ടികൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിലേക്ക് വിരലുകൾ ചേർത്തി നമ്മോടൊപ്പം ചേർന്നിരുന്ന് നിൽക്കുമ്പോൾ അത് കിട്ടുന്ന തണുപ്പിനേക്കാൾ സന്തോഷത്തേക്കാൾ വലിയ സൗഭാഗ്യം മറ്റെന്താണുള്ളത്? ആ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. ഇന്ന് ഒരുപാട് മക്കൾ വിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്നു, ഹാഫിളീങ്ങളാകുന്നു. വല്ലുപ്പാക്കും വല്ലുമാക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നു, ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നു. ഹാഫിളായി ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയ തന്റെ പേരക്കുട്ടിക്ക് ഹാഫിളായി അതിന്റെ സന്നദ്ധാനം നൽകുന്ന സമയത്ത് വല്ലുപ്പാനെ വിളിക്കുമ്പോൾ വല്ലുപ്പാനെ കാണാനില്ല. വല്ലുപ്പ തൊട്ടടുത്ത പള്ളിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലാണ് ആ മനുഷ്യൻ. എന്റെ റബ്ബേ, എനിക്ക് കഴിയാതെ പോയ ഒന്ന്. ഖുർആൻ മുഴുവൻ തന്നെ ഞാൻ ഓതി പഠിക്കണ എന്നെ വായിക്കണ എന്നെ ഈ അടുത്താണ്. എന്റെ കുട്ടിക്ക്, എന്റെ പേരക്കുട്ടിക്ക് അത് മുഴുവൻ കാണാതെ നീ അവന്റെ ഹൃദയത്തിൽ പകർന്നു കൊടുത്തല്ലോ പഠിച്ചോനെ. അതിന് നന്ദിയുടെ സുജൂദ്, ശുക്രന്റെ സുജൂദ് ചെയ്യണം മനുഷ്യൻ. നിങ്ങൾ നോക്കി, അദ്ദേഹം പറയാണ്, എന്റെ പേരക്കുട്ടിയെ ഞാൻ ഹിഫ്ളിനാക്കിയ സമയത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ എന്റെ കുട്ടിയെ ഞാൻ മരിക്കണതിന് മുമ്പ്. അതാണ്, ഞാൻ മരിക്കണതിന് മുമ്പ്, ഇന്ന് പോയി നാളെ തന്നെ ഹാഫിളാണെന്നല്ല, മറിച്ച് ഞാൻ മരിക്കണതിന് മുമ്പ് എൻ്റെ പേരക്കുട്ടി വിശുദ്ധ ഖുർആൻ മുഴുവൻ ഹൃദയത്തിലേറ്റിയവനായി എനിക്ക് കാണാൻ മരിക്കും മുമ്പ് എനിക്ക് അവസരം തരണേ എന്നായിരുന്നു എൻ്റെ ദുആ, എൻ്റെ തേട്ടം. അത്രമേൽ അള്ളാഹിന്റെ ആയത്തിന് ഹൃദയത്തോട് ചേർത്തു വച്ച കാരണവന്മാർ. അള്ളാഹുവിന്റെ ആയത്തിനെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അങ്ങനെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. കാരണം ഇത് വല്ലാത്ത പുണ്യമാണല്ലോ. മിക്കവാറും റമളാൻ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റമളാൻ തുടങ്ങി ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ഖുർആനെ കുറിച്ചായിരിക്കും ഖുതുബ. എല്ലാ പള്ളികളിലും അതായിരിക്കും. അതിൽ കാര്യമായി സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു സാധനമുണ്ട്. ഖുർആനിൽ ഓരോ ആയത്തോതുമ്പോഴും ഓരോ ഹർഫിനും 10 ഇരട്ടി, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 3 ഹർഫാണ് 30, മിനിമം 10 ഇരട്ടി കൂലി. അലിഫ് ഹറഫുൻ, ലാമുൻ ഹറഫുൻ, മീമുൻ ഹറഫുൻ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഖത്തീബ് പറയട്ടെ നമ്മൾ കേൾക്കാറുണ്ട്, ഖുർആൻ ക്ലാസ്സിനൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എത്രങ്ങാനും കൂലിയെ കിട്ടുക എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. വെറുതെ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര ഹർഫുണ്ട്? ഇൻറ്റു മിനിമം 10, എത്ര കൂലിയായി? സൂറ ഫാത്തിഹയിൽ മൊത്തം എത്ര ഹർഫുണ്ട്? ഇൻറ്റു 10, എത്ര കൂലിയായി? സൂറ ബക്കറയിൽ എത്ര ആയത്തുണ്ട്? എത്ര ഹർഫുണ്ട്? ഓരോ ഹർഫിനും മിനിമം 10 കൂലി. ഇൻറ്റു 10 വെച്ച് ഗുണിച്ചാൽ എത്രങ്ങാനും കൂലിയായി? വിശുദ്ധ ഖുർആനിലെ 114 സൂറകൾ, 6000 ആയത്തുകൾ, അതേപോലെ തന്നെ എത്രങ്ങാനും ഹർഫുകൾ, അതെല്ലാം കൂടി കുണിച്ച് കൂട്ടിയാൽ എത്രങ്ങാനും കൂലിയ? മിനിമം 10 ഇരട്ടി. നമ്മുടെ ഈമാനും ഇഖ്ലാസിന്റെയും വലിപ്പനുസരിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹു എത്രയും കൂട്ടിത്തരാൻ കൽപ്പുള്ളവനാണ്. ഇപ്പൊ എന്തായിരിക്കും അതിന്റെ വലിപ്പം? അത് കൂട്ടിയിരുന്നിട്ട് നീ റമളാൻ മൊത്തം കൊളാക്കരുത്. കൂട്ടി കുണിച്ചിട്ട് ഖുർആൻ ഓതാൻ നേരല്ല, മറിച്ച് ഫുള്ള് കാൽക്കുലേറ്ററിലാകരുത് നമ്മുടെ ജീവിതം. മറിച്ച് അത്രമേൽ വലിയ പുണ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യം അത് റമളാനിൽ മാത്രമല്ലല്ലോ. ഈ കൂലി ഇന്നും കിട്ടും, ഇപ്പോഴും കിട്ടും. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴുള്ള പുണ്യം അത് റമളാനിലെ സ്പെഷ്യൽ പുണ്യമല്ല, മറിച്ച് എപ്പോഴും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതും നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല അല്ലാഹുവിന്റെ ആയത്തുകളിലൂടെ അല്ലാഹുവിന്റെ ആയത്തുകളെ നമ്മൾ നോക്കിക്കാണേണ്ട വിധം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അത് മുമ്പൊക്കെ മദ്രസയിൽ പഠിച്ചാണ്, ഇപ്പം അതിനൊന്നും നേരല്ല, അതിന് കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിനുമില്ല. ടച്ച് വിട്ടു, ഭാഷയായിട്ടുള്ള ടച്ച് വിട്ടു, അറബി ആയിട്ടുള്ള ബന്ധം വിട്ടു, മദ്രസയായി പിന്നെ മദ്രസയിലും പോക്കില്ല. അപ്പൊ ഇന്നത്തെ യുവാക്കളും പറയാറുണ്ട്, കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഞാനില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹു അജ്റാൻ, അവന് 2 കൂലി കൊടുക്കാം. ഒന്ന് ഖുർആൻ ഓതിയ വകയിലുള്ള കൂലി, 2 അതിനു വേണ്ടി പ്രയാസപ്പെട്ടതിന്റെ കൂലി. ഈ 2 കൂലി കൊടുക്കാന്നാണ് പടച്ചോൻ തരുന്ന ഓഫർ. നമ്മൾ തൊട്ടടുത്ത പെരിന്തൽമണ്ണയിലെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ റമളാന്റെയോ പെരുന്നാളിന്റെയോ ഒക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടെങ്കിൽ 1 എടുത്താൽ 2, ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ. ഇനി എങ്ങാനും 1 എടുത്താൽ 2 ഫ്രീ ആണെങ്കിലുള്ള അവസ്ഥ എന്താ? തിരക്ക് പിന്നെയും കൂടും. റമളാൻ അല്ലെങ്കിൽ ഖുർആൻ നമ്മൾ ബോധപൂർവം പരിശ്രമിക്കുന്നുവെങ്കിൽ ഓതിയ വകയിലും അതിനുവേണ്ടി പ്രയാസപ്പെട്ട വകയിലും നമുക്ക് 2 കൂലി തരാമെന്ന്
അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താണ് പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം. നമ്മൾ എന്തേ ഈ ഓഫറിന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാത്തത്? എന്തേ അതിനുവേണ്ടി ഒരു സമയം നമ്മൾ കാണാത്തത്? നമ്മുടെ ഓരോ പ്രഭാതവും തുടങ്ങേണ്ടത് ദിനപത്രങ്ങൾ വായിച്ചുകൊണ്ടാവരുത്. ദിനപത്രങ്ങൾ വായിക്കാനുള്ളതാണ്, വായിക്കണം. പക്ഷേ ഒരു പ്രഭാതം എനിക്ക് ജീവിക്കാൻ, എനിക്ക് ആയസ് തന്ന അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ വിശുദ്ധമായ വരികൾ വായിച്ചതിന് ശേഷമേ ഞാൻ എന്തും വായിക്കൂ. ഖുർആൻ വായിച്ചതിന് ശേഷം ഞാൻ ഏത് പത്രവും വായിക്കും. ചില ആളുകൾ പറയും, ഇന്നെന്താ ഒരു ടെൻഷൻ, ഒരു ബേജാറ്, ഇന്ന് പത്രമല്ല, ഇന്ന് പത്രം കിട്ടിയില്ല, ഭയങ്കര ടെൻഷൻ. ഒരു ദിവസം പത്രം അല്ലാത്തതിന് മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ, പത്രം വായിക്കാത്തതിന്. എന്നാൽ ഒരു ദിവസം ഖുർആൻ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു ടെൻഷനും ഇല്ല, ഒരു ബേജാറ് നമുക്ക് വരാനില്ല. അങ്ങനെ ആകരുത്. നമ്മുടെ ഒരു ദിവസം തുടങ്ങേണ്ടത്, സുബഹി നമസ്കാരത്തിന് ശേഷം എൻ്റെ പ്രഭാതം തുടങ്ങുന്നത് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടാണ്. അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ എനിക്ക് അള്ളാഹു ഒരു ആയസ് തന്നിട്ടുണ്ടെങ്കിൽ, പിറ്റേന്ന് പ്രഭാതത്തിൽ ജീവിക്കാനുള്ള ആയസും സൗഭാഗ്യവും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആദ്യമായി വായിക്കുക അള്ളാഹുവിന്റെ ആയത്തായിരിക്കും, വിശുദ്ധ ഖുർആന്റെ ആയത്തായിരിക്കും. അതിനുശേഷമേ ഞാൻ എൻ്റെ വാട്സപ്പ് നോക്കണുള്ളൂ, അതിനുശേഷമേ ഞാൻ എൻ്റെ ഇൻസ്റ്റ നോക്കണുള്ളൂ, അതിനുശേഷമേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നോക്കണുള്ളൂ, അതിനുശേഷം ഞാൻ പത്രം നോക്കണുള്ളൂ. എൻ്റെ റബ്ബിന്റെ സന്ദേശം വായിച്ചിട്ട് മതി എനിക്ക് ശേഷം, അതിനുശേഷം എന്തും എന്ന തീരുമാനം എടുക്കാനും പറ്റും, നടപ്പിലാക്കാനും പറ്റും. തീരുമാനം എടുത്താൽ പിന്നെ അത് നടപ്പിലാക്കാനുള്ളതാണ്. തീരുമാനം എടുത്താൽ പിന്നെ അത് നടപ്പിലാക്കാനുള്ളതാണ്. നമുക്കതിന് കഴിയും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ അങ്ങനെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനും, ഓരോ ദിവസവും അള്ളാഹു നൽകുന്ന ആയസ്സിന് എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ആദ്യമായി ഞാൻ വായിക്കുക അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരിക്കുമെന്ന തീരുമാനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് ചുരുക്കം. അള്ളാഹു പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. എളുപ്പമാക്കി തന്നു ഖുർആനിനെ. നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ചു പഠിക്കാനും ഗ്രഹിക്കാനും തലത്തിൽ അള്ളാഹു ഖുർആനിനെ എളുപ്പമാക്കി തന്നു. നിങ്ങളിൽ ആരുണ്ട് ഖുർആൻ കേൾക്കാനും വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ആഴത്തിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തയ്യാറായിട്ടുള്ള ആളുകൾ എവിടെ? നിങ്ങളിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞാനുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് കഴിയണം. നിന്റെ ഗ്രന്ഥത്തെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും അറിയാനും അതിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും ഞാനുണ്ട് നാഥ, ഞാനുണ്ട് റബ്ബേ എന്ന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉത്തരം പറയുന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഈമാനിനെ നമ്മൾ പാകപ്പെടുത്തണം. അതിന് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയാണ് നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നത്. അള്ളാഹുവിന്റെ ചോദ്യത്തിനാണ് ഹൃദയം തുറന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഉത്തരം പറയാൻ പരിശ്രമിക്കുന്നത്. ഒരു സൂറയിലാണ് അള്ളാഹു 4 തവണയാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിലെ 54-ാം അധ്യായം സൂറ ഖമറിലെ 17, 22, 32, 40 ഈ ആയത്തുകളിലൂടെയാണ് അള്ളാഹു ഈ ചോദ്യം നമ്മോട് ആവർത്തിക്കുന്നത്. തയ്യാറുണ്ടോ, ഉണ്ടോ, ഉണ്ടോ, ഉണ്ടോ എന്ന്. ഉണ്ട്, ഉണ്ട്, ഉണ്ട് റബ്ബേ, നീ സാക്ഷി, ഞാൻ ഒരുക്കമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹുവിന്റെ വരികളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ വഹീന്റെ സമാഹാരത്തെ നമ്മൾ നമ്മുടെ ഹൃദയത്തോടും ജീവിതത്തോടും ചേർത്തു വെക്കണമെന്ന് ചുരുക്കം. നമ്മുടെ മുൻഗാമികൾ ചേർത്തു വച്ചതുപോലെ, അവർ ഉൾക്കൊണ്ടതുപോലെ, അവര് ഈമാനികമായ ഉണർവോടുകൂടെ നെഞ്ചിലേറ്റിയതുപോലെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു വല്ലാത്ത മനുഷ്യനാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് എഴുത്തുകളും എല്ലാം നമുക്ക് വായിക്കാൻ കഴിയും. ഒരു ദിവസം ചെറുപ്പത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പ ആ വഴിക്ക് കടന്നു വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, അവനോട് പറഞ്ഞു, മോനെ, ഖുർആൻ ഓതുന്ന സമയത്ത് ഓരോ ആയത്ത് നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും, ഓരോ ആയത്ത് നീ വായിക്കുമ്പോഴും, ആ ഓരോ ആയത്തിലൂടെയും അള്ളാഹു നിന്നോട് സംസാരിക്കുന്നു എന്ന ബോധത്തോടു കൂടെയാണ് നീ ഖുർആൻ വായിക്കേണ്ടത്. ഓരോ ആയത്തിലൂടെയും അള്ളാഹു നിന്നോട് വർത്തമാനം പറയുന്നു എന്ന ബോധത്തോടു കൂടെയാണ് നീ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ആ കുട്ടി ആ ഉപ്പാന്റെ ഉപദേശത്തെ നെഞ്ചിലേറ്റി. പിന്നെ അവൻ ഖുർആൻ ഓതുന്നത്, ഖുർആനിലെ ഓരോ ആയത്തിലൂടെ അവൻ കടന്നു പോകുന്നതും അള്ളാഹു എന്നോട് സംസാരിക്കുന്നു, അള്ളാഹു എന്നോട് വർത്തമാനം പറയുന്നു എന്ന ബോധ്യത്തോടുകൂടെ ആ കുട്ടി വിശുദ്ധ ഖുർആൻ ഓതി തുടങ്ങി. ആ ഓതി തുടങ്ങലാണ് അദ്ദേഹത്തിന്റെ പതിപ്രായത്തിന്റെ സമയത്ത് 19ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതണമെന്ന തീരുമാനം ആ ചെറുപ്പക്കാരൻ എടുക്കണം. 19 വയസ്സ്, +2 കഴിഞ്ഞ പ്രായം. നിങ്ങൾ നോക്കി, ഖുർആനിന്റെ പരിഭാഷ എഴുതണമെന്ന തീരുമാനം എടുക്കണം.
അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഉറുദു ഭാഷയിലാണ് അദ്ദേഹം ആദ്യം തുടക്കം കുറിക്കണം. ആ സമയത്ത് തന്നെ സ്വതന്ത്ര സമര പ്രവർത്തനങ്ങളിൽ ആ ചെറുപ്പക്കാരൻ സജീവമാകുന്നുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വെക്കുന്നു. തൻ്റെ ആയസിന്റെ നല്ല സമയം, നല്ല പീക്ക് ടൈം, ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള നല്ല ഷാർപ്പ് ബ്രെയിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സമയമെല്ലാം ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതാൻ ഉപയോഗിക്കുന്നു. ഹദീസുകൾ പഠിക്കാൻ, ഖുർആന്റെ തഫ്സീറുകൾ വായിക്കാൻ, പഠിക്കാൻ, വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും കിതാബുകളും ആഴത്തിൽ പഠിക്കാൻ ആ മനുഷ്യൻ തന്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൈയെഴുത്ത് കോപ്പികൾ ഉണ്ടാകുന്നു ഖുർആനിന്റെ പരിഭാഷയുടെ. സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്ത് അദ്ദേഹം എഴുതിയ ലഘുലേഖകളും പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. പലയിടങ്ങളിൽ അത് ചർച്ചയാകുന്നു. അത് ഉറുദു ഭാഷയിൽ ആളുകൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ വിതരണം ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഉറുദുവിലുള്ള അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ആളുകളുടെ ഹൃദയത്തെ തൊട്ടാണ് വർത്തമാനം പറയണത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അസ്വസ്ഥമായി അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങളും അദ്ദേഹത്തിന്റെ ഉറുദുവിലുള്ള ലേഖനങ്ങൾക്കും ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന വല്ലാത്ത സ്വാധീനത്തെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓർക്കം വന്നില്ല ബ്രിട്ടീഷ് ഭരണ നേതൃത്വത്തിന്. അവർ പട്ടാളത്തെ നിയോഗിച്ചു. ബ്രിട്ടീഷ് പോലീസും പട്ടാളവും വന്ന് മൗലാന അബുൽ കലാം ആസാദിന്റെ വീട് റെയ്ഡ് ചെയ്യണു. അവിടെയുള്ള കയ്യെഴുത്ത് കോപ്പികളെല്ലാം പിടിച്ചടക്കുന്നു. ഖുർആൻ അടക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്ത ലഘുലേഖകൾ, പുസ്തകങ്ങൾ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയ കയ്യെഴുത്ത് കോപ്പിയെല്ലാം എടുത്തവർ പലതും കീറിക്കളയുന്നു. ചിലത് ചളിയിൽ ചവിട്ടിത്താത്തുന്നു, ചിലത് കത്തിച്ചും കളയുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊരു വട്ടമല്ല, 2, 3, 4 വട്ടം ആവർത്തിക്കുകയാണ്. കയ്യെഴുത്ത് കോപ്പിയൊക്കെ എഴുതിയിട്ടത് പോയി നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താണെന്നാലോചിച്ച് നോക്കി. ഇന്ന് നമുക്ക് വല്ല പെൻഡ്രൈവിൽ സേവ് ചെയ്യാൻ, നമ്മുടെ മറ്റ് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രിന്റഡ് ആയിട്ടും അതല്ലാതെ നമുക്ക് സോഫ്റ്റ് കോപ്പികളായിട്ടൊക്കെ എന്തെല്ലാം ശേഖരിച്ചു വെക്കാൻ, സേവ് ചെയ്ത് വെക്കാനുള്ള അവസരങ്ങളുണ്ട്. അന്ന് അതൊന്നുമില്ല. എഴുതന്നെ വേണം ആദ്യം മുതൽ. ഈ പേന കൊണ്ട് ഈ പേപ്പറിൽ എഴുതന്നെ വേണം. അത് പോയാ പോയി, പിന്നെ ആദ്യം മുതൽ എഴുതണം. ഒരു വട്ടമല്ല, 1, 2, 3, 4 വട്ടം. ഒടുവിൽ മീററ്റിലെ സെൻട്രൽ ജയിലിന്റെ അകത്തു വെച്ചാണ് ആ മഹാദൗത്യത്തിന് അദ്ദേഹം തിരശ്ശീല വീഴ്ത്തുന്ന അവസാനമായി എഴുതി തീർക്കണം. രാജ്യത്തിന്റെ സ്വതന്ത്ര സമര സേനാനിയായി, തൗഹീദ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച അഹ്ലെ ഹദീസിന്റെ സ്ഥാപകന്മാരിൽ ഒരാളായി, ശക്തനായ പ്രബോധകനായി, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി, ഇന്ത്യ കണ്ട AICCയുടെ ഏറ്റവും ചെറുപ്രായത്തിൽ കൂടുതൽ കാലം AICCയുടെ പ്രസിഡന്റായി, ഇന്ന് ഖാർഗെ ഇരിക്കുന്ന പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും ചെറുപ്പത്തിൽ ആ പോസ്റ്റിൽ ഇരുന്ന മനുഷ്യനായി, ഇന്ത്യ കണ്ട പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി, വിശുദ്ധ ഖുർആന്റെ പരിഭാഷകനായി, ജീവിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് നെഹ്റുവും ഗാന്ധി അടക്കം അഭിപ്രായപ്പെട്ട മനുഷ്യനായി. എന്തിനേറെ സരോജിനി നായിഡു പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച്, മൗലാന അബുൽ കലാം ആസാദ് മാതാവ് പ്രസവിച്ച ഉടൻ തന്നെ അദ്ദേഹം മഹാബുദ്ധിജീവിയായിരുന്നു എന്നാണ്. കാരണം അത്ര കണ്ട് വിജ്ഞാനത്തിന്റെ ശേഖരമാണ് അദ്ദേഹം എന്നാണ്. ഏത് വിഷയത്തിലും കൃത്യമായ, ചരിത്രപരമായ, പ്രാമാണികമായ, ശാസ്ത്രീയമായ, വസ്തുനിഷ്ഠമായ ഒരു ഉത്തരവും മറുപടിയും കാഴ്ചപ്പാടും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുമെന്നാണ്. എങ്ങനെയാണത് കഴിഞ്ഞത്? നിങ്ങൾ നോക്കി. അതുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദിന്റെ ആ ഒരു തലത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വളരുന്നത്തെ പുതിയ തലമുറയുടെ ഹൃദയങ്ങളിലേക്ക് ഈ ചരിത്രത്തെ നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നിർവഹിച്ച ആ മനുഷ്യന്റെ ജീവിതവും ചരിത്രവും. ഇതുപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അത്രമേൽ ഹൃദയം തുറന്നുകൊണ്ടാണ് അവരൊക്കെ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എന്ന മഹാദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നമ്മൾ എന്തിനാണ് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ തൊട്ടടുത്ത പ്രദേശമാണല്ലോ തൊടിയപ്പുലം. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എന്ന അമാനി മൗലവിയുടെ പരിഭാഷ നമ്മുടെ കയ്യിലുണ്ട്. അമാനി മൗലവിയുടെ പരിഭാഷയുടെ ആമുഖം വെറുതൊന്ന് വീട്ടു പോയി ഒന്ന് വായിച്ചു നോക്കി. ആ ആമുഖം വായിച്ചപ്പോ, അമാനി മൗലവിയെ കുറിച്ച് വായിച്ചപ്പോ, സത്യം പറയാം, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല അമാനി മൗലവിയെ. പക്ഷേ ഹൃദയം തുറന്ന് ആ വലിയ പണ്ഡിതന് വേണ്ടി നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു പോകും. ഇപ്പോഴും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ അദ്ദേഹം കടന്നു വരും. 25 കൊല്ലം എഴുതി തീർക്കാൻ
25 കൊല്ലം. അന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടുന്ന് തൊടിയപ്പൂലത്തുനിന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരുപാട് കിലോമീറ്റർ നടക്കായിരുന്നു. ഒരുപാട് കിലോമീറ്റർ പല സമയങ്ങളിലായിട്ടായിരിക്കും അവിടുത്തെ അദ്ദേഹത്തിന് തിരിച്ചുള്ള യാത്രയും. അതിനിടയിൽ എഴുത്ത്, അന്വേഷണം. ഒരു സാധാരണ ഒരു പ്രഭാഷണത്തിന് വേണ്ടി നമ്മളൊരു വിഷയം എടുത്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സമയം വേണം. 1 മണിക്കൂർ പ്രഭാഷണത്തിന്, 1.5 മണിക്കൂർ പ്രഭാഷണത്തിന്. ഇത് വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ് എഴുതേണ്ടത്. എത്രങ്ങാനും തഫ്സീറുകൾ വായിക്കണം, എത്രങ്ങാനും അന്നത്തെ സമകാലിക ഗ്രന്ഥങ്ങൾ വായിക്കണം. അമാനി മൗലവി തഫ്സീറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലഘട്ടത്തിലുള്ള സകല വികല വികൃതവാദങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്, മറുപടിയുണ്ടത്. നിങ്ങൾ നോക്കി, പഴയ കാലത്തെ മുഅ്തസിലിയ, ജഹ്മിയ വാദക്കാരുടെ വാദങ്ങൾക്ക് മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ തങ്ങളുടെ കേവല യുക്തി കൊണ്ട് വ്യാഖ്യാനിച്ച മൂസാ നബി, അതെ, വടി കൊണ്ട് അടിച്ചിട്ട് കടൽ പിളന്നല്ല, മറിച്ച് വടിയും കൊണ്ട് ഇങ്ങനെ കുന്നുള്ള സ്ഥലം നോക്കി കുത്തി കുത്തി പോയതാണ് എന്ന് പറഞ്ഞ CN അഹമ്മദ് മൗലവിയുടെ വാദങ്ങളെ വരെ ഗണ്ണിക്കുന്നുണ്ട് അമാനി മൗലവിയുടെ തഫ്സീർ. എന്തേ? വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ ഈ പറയുന്ന വാദമുഖങ്ങളുടെ അടിവേരുകൾ പിഴുതെറിയുണ്ട് അമാനി മൗലവി ഈ വിശദീകരണങ്ങളിൽ, തഫ്സീറുകളിൽ, പരിഭാഷയിൽ. പഴയ കാലത്തുള്ള വികല വികൃത വാദങ്ങൾക്ക് മറുപടി പറയുന്നു, അന്നത്തെ സമകാലികമായ വാദങ്ങൾക്ക് മറുപടി പറയുന്നു. എന്തിനേറെ അന്ന് ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട പല വാദങ്ങൾക്കും, പിഴച്ച വാദങ്ങൾക്കും വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ, ഹദീസിന്റെ വെളിച്ചത്തിൽ മറുപടിയും വിശദീകരണവും നൽകുന്നു. മാത്രമല്ല, ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനി വരാൻ പോകാവുന്ന വീക്ഷണങ്ങളെയും അല്ലെങ്കിൽ പിഴവുകളെയും ദീർഘവീക്ഷണത്തോടെ നോക്കിക്കണ്ട് അതിശക്തമായ ആയത്തുകൾ കൊണ്ട്, ഹദീസുകൾ കൊണ്ട് അതിനങ്ങനെ പ്രതിരോധിച്ചു നിർത്തുന്നു. പക്ഷെ എന്താണ് ആ ദീർഘവീക്ഷണം? അള്ളാഹു ചോദിക്കുകയാണ് അമാനി മൗലവിനോട്, നീ എന്ത് ചെയ്തു? എന്റെ ഗ്രന്ഥം നിന്റെ കയ്യിലുണ്ടായിട്ട് നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് അമാനി മൗലവിക്ക് പറയാനുണ്ടാവും, എൻ്റെ റബ്ബേ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, ഒരായുസ് മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം, നിന്റെ ഗ്രന്ഥത്തെ എൻ്റെ ഭാഷ സംസാരിക്കുന്ന മലയാളി ലോകത്തിനു വേണ്ടി ഞാനതിൻ്റെ വിശദീകരണവും പരിഭാഷയും എഴുതി. എൻ്റെ ആരോഗ്യം, സമയം, ബുദ്ധി, അറിവ്, കഴിവ് എല്ലാം നീ അതിന് സാക്ഷിയല്ലേ നാഥ എന്ന് പറയാൻ കഴിയും. നമ്മളോടാണ് അള്ളാഹ് ചോദിക്കണമെങ്കിൽ നമുക്കെന്താ പറയാൻ പറ്റുക? ആ അമാനി മൗലവിയുടെ തഫ്സീർ ഒരു വട്ടം പോലും നമ്മൾ വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മറുപടി ഉണ്ട്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം ഒന്ന് വായിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആയുസ്സിൽ എന്ന് പറയുമ്പോൾ, പോട്ടെ, വിശുദ്ധ ഖുർആൻ മുഴുവനൊന്ന് സമാധാനത്തോടൊന്ന് വായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നാണ് അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയണമെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? മാറണം, മാറ്റമുണ്ടായേ മതിയാവും. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ അത്ഭുതങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമല്ലോ. അത് നമ്മൾ തന്നെ ചെയ്യണ്ടേ, വേറെ ആരാത് ചെയ്തു തരാനുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അങ്ങനെ ഉൾക്കൊള്ളാനും ഹൃദയത്തോട് ചേർത്തു വെക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയണമെന്നർത്ഥം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നർത്ഥം. നമ്മുടെ സ്വഭാവത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും, മാതാപിതാക്കളുമായിട്ടുള്ള പെരുമാറ്റത്തിലും, സമീപനങ്ങളിലും, ഇടപെടലുകളിലും, നടപടിക്രമങ്ങളിലും, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലും, സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും, അതേപോലെ തന്നെ മറ്റിതര മത സമൂഹവുമായി ഇഴുകി ജീവിക്കുന്നവരെന്ന നിലയിൽ അവരുമായി വെച്ച് പുലർത്തേണ്ട സ്നേഹത്തിലും, സാഹോദര്യത്തിലും, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാകണം. ഖുർആൻ ഓതാൻ മാത്രമുള്ള ഗ്രന്ഥമാകരുത്, ഖുർആൻ കേൾക്കാൻ മാത്രമുള്ള ഗ്രന്ഥമാകരുത്, മറിച്ച് ഖുർആൻ നമുക്ക് ജീവിക്കാനുള്ള ഗ്രന്ഥമാകണം. അതുകൊണ്ടാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞ സകല സദ്ഗുണങ്ങളുടെയും സംഗമ കേന്ദ്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വിലക്കിയ സകല തിന്മകളിൽ നിന്നും മാറി നിന്നവനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനാണ് പ്രവാചകന്റെ ജീവിതം, ഖുർആനാണ് സഹാബത്തിന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അവരെവിടങ്ങളിലെല്ലാം തന്നെ കാലുകുത്തിയോ അവിടങ്ങളിലെല്ലാം മാറ്റമുണ്ടായത് അവർ വിശുദ്ധ ഖുർആനിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ടാണ്. അവരെല്ലാം ജീവിക്കുന്ന ഖുർആനുകളായത് കൊണ്ടാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായത്. അല്ലാതെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക?
ഖുർആൻ പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങുകയും ഖുർആനിന്റെ ഉപദേശങ്ങളും കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മളുടെ കാതുകളിലൂടെ കേൾക്കുക എന്നതിനപ്പുറം, നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരിക എന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സന്നിവേശിപ്പിക്കപ്പെടാതിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പകർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? എങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാവുക? അതുകൊണ്ട് അങ്ങനെയാകരുത് നമ്മൾ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ചേർന്ന് നിൽക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. ഉപ്പയോടും ഉമ്മയോടുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ISMന്റെ ശ്രദ്ധേയമായ ചില പ്രോഗ്രാമുകൾ വരാൻ പോകുന്നുണ്ട്. ഈ വരുന്ന 8-ാം തീയതി കേരളത്തിലെ എല്ലാ ശാഖകളിലും ISM യൂണിറ്റ് പ്രവർത്തകർ ഒരുമിച്ച് കൂടാൻ. ആ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാന ഒരു ഭാഗമാണ് ഉപ്പാനോട് ഉമ്മാനോടുള്ള നമ്മുടെ സമീപനവും പെരുമാറ്റവും. എങ്ങനെയാണ് ഉപ്പാനോട് പെരുമാറേണ്ടത്, ഉമ്മാനോട് എങ്ങനെയാകണം? എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഉമ്മാന്റെ കൈമുത്തി ഉമ്മാനോട് പൊറുക്കലിനെ തേടാൻ നമുക്ക് കഴിയണം. ഉപ്പാനോട് മാപ്പ് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഉപ്പാനും ഉമ്മാനെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. ഈ അടുത്ത് ഒരു വൃദ്ധസദനത്തിൽ നിന്നുള്ളൊരു വർത്തമാനം കേട്ടല്ലോ നമ്മൾ. എന്തേ, ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു കുട്ടിയാണ്, ഒരു മകനാണുള്ളത്. അവൻ വളർന്നു വരുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുകയാണ്. അദ്ദേഹം വേറെ കല്യാണം പോലും കഴിക്കാതെ ആ കുട്ടിനെ വളർത്തി, നന്നായി പഠിപ്പിച്ചു, നല്ല ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു. അവൻ ഡിഗ്രി നേടി, അതിന്റെ മുകളിൽ പഠിച്ചു, അവൻ മാസ്റ്റർ ബിരുദം എടുത്തു, അങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് പോയി. നല്ല ജോലിയും കിട്ടി, അവൻ വിദേശത്ത് ജോലിയുമായി, കല്യാണം കഴിച്ചു കൊടുത്തു, മക്കളുമായി. ഇപ്പൊ വാപ്പാനെ നോക്കണില്ല. ഒടുവിൽ വാപ്പാനെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി, കേരളത്തിലെ ഒരു വൃദ്ധസദനത്തിൽ. അതേ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ വരും. എന്നിട്ട് ആ ഓഫീസ് റൂമിന്റെ അവിടെ ഒരു ഓഫീസ് റൂമിന്റെ അടുത്തുള്ള ജനലിന്റെ ചോട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കും. ഒരു ഫോൺ കോൾ, ഓരോ ഫോൺ അവിടെ നിങ്ങൾ റിങ് ചെയ്യുമ്പോഴും അതെന്റെ മോനായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ആ ഫോണൊന്നെടുത്ത് ചെവിയിൽ വെച്ച് മോനെ എന്ന് പറയാൻ, പാ എന്നൊരൊറ്റ വിളി കേൾക്കാൻ വേണ്ടി ആ മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കും. ലോറിസ്കാരം വരെ ലോറിസ്കരിക്കാൻ വേണ്ടി പോവും. പിന്നെ കൂടുതൽ ആളുകൾ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിപ്പിക്കും. ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും അസ്ർ വരെ, മഗ്രിബ് വരെ, ഇശാസ്കാരം കഴിഞ്ഞും വരും. പിന്നെ നിങ്ങൾ പോയി കാക്കാന്ന് പറയുമ്പോഴാണ് ഈ മനുഷ്യൻ പോയി കിടന്നുറക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങൾ ഒരു വിളി പോലും ഇല്ല മകൻ. ഒടുവിൽ ഒരു ദിവസം രാവിലെ സുബഹിക്ക് അദ്ദേഹത്തെ കൂടെയുള്ള ഇയാൾ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ തണുത്തുറഞ്ഞ് കിടക്കാൻ. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു ആ ഉപ്പ. മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ കുട്ടിക്ക് ഞാനൊക്കെ കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല ഡ്രസ്സ് കൊടുത്തു, ഞാൻ എൻ്റെ ജീവിതം കൊടുത്തു. പക്ഷേ ഞാൻ കൊടുക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു, ദീന് കൊടുത്തില്ല. ദീന് കൊടുക്കേണ്ട മുറപ്രകാരം ഞാൻ കൊടുത്തില്ല. എന്നാ മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെട്ടു. അങ്ങനെ ആകരുത് നമ്മൾ. നമ്മുടെ കുട്ടികൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ ദീൻ കൊടുക്കുക? നമ്മുടെ കുട്ടികൾക്ക് നമ്മളല്ലാതെ മറ്റാരാണ് ദീൻ പകർന്നു കൊടുക്കുക? അത്തരം ഒരു ദുരന്തം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇഹപര ദുരന്തം ഉണ്ടാവാൻ പാടില്ല. തിരിച്ച് മക്കൾ ഉപ്പാനും ഉമ്മാനെയും വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. തെക്കൻ ജില്ലയിൽ ഒരു വർത്തമാനം നമ്മൾ കേട്ടല്ലോ പത്രത്തിൽ. ഒരു കാറിന്ന് ഒരു പ്രായമുള്ള ഉമ്മാനെ ആ കാറിങ്ങനെ വേഗത്ത് പോണതിനിടയിൽ വലിച്ചെറിയ, റോട്ടിൽ ഉരുണ്ട് വീണ് കയ്യും കാലും പൊട്ടി, ചോര പൊട്ടി, തല പൊട്ടി, ഒരു റോഡിന്റെ സൈഡിൽ ചോരയിൽ കുളിച്ച് കിടക്കണ ഒരു പ്രായമുള്ള ഉമ്മ. നാട്ടുകാരൊക്കെ കൂടി, കാറ് പോയി, നാട്ടുകാരെ കൂടി എടുത്ത് അവിടെയുള്ള സാമ്യക്ഷേമ പ്രവർത്തകരും അവരും ഇവരൊക്കെ കൂട്ടി വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് മരുന്ന് കൊടുത്ത് ചികിത്സയിൽ ഡോക്ടറിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മുറിവുകളൊക്കെ മരുന്ന് കെട്ടി തളർന്ന അവശയായ ഉമ്മ. പോലീസുകാർ വന്നു. എന്തു പറ്റി, ആരാണ് തള്ളിയിട്ടത്, ആരാണ് വീഴ്ത്തിയിട്ടത്? ഉമ്മ ഒന്നും പറയണില്ല. പലവട്ടം നിർബന്ധിച്ചിട്ടാണ് ഒടുവിൽ പറഞ്ഞത്, അതിലെന്റെ മക്കളായിരുന്നു. എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? 5 കുട്ടികളുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾ 5 ആൺമക്കളാണുള്ളത്. നല്ല ജോലിയിലുള്ള നല്ല ആൺമക്കൾ. പിന്നെന്തേ, അവര് അങ്ങനെയൊക്കെ ചെയ്തു, ഇത്രേ ഉള്ളൂ. പലവട്ടം നിർബന്ധിച്ചിട്ടുണ്ട്. ഒടുവിൽ പോലീസുകാർ നാട്ടുകാരെ കൂടി പറഞ്ഞ ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് ഒപ്പിട്ടെരിയുന്ന. അതെന്തിനാ? ഒപ്പിടാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈ തമ്പ് ചെയ്താൽ മതി. എന്തിനാ? ഒന്നുമില്ല, നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച, നിങ്ങളെങ്ങനമായി ക്രൂരമായി പ്രയാസപ്പെടുത്തി അവരെ ഒന്ന് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയണേ, ഞാൻ ഒപ്പിടില്ല.
എൻ്റെ കുട്ടികളെ പോലീസ് പിടിച്ചിട്ട് പോലീസ് എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കൂലേ? എൻ്റെ കുട്ടികൾക്കെതിരെ കേസെടുക്കാനല്ലേ അത്? എനിക്കതിനാവൂല, ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ ഉമ്മാന്റെ കൈയും കാലും പൊട്ടിയിട്ടുണ്ട്, ആ നെറ്റി പൊട്ടിയിട്ടുണ്ട്, ചോര ഒഴുകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആ നെഞ്ച് കലങ്ങിയിട്ടുണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട്. ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞത്. അതാണ് ഉമ്മാന്റെ സ്നേഹം, ഉമ്മാന്റെ വലിപ്പം. നമ്മളൊക്കെ എവിടെ നിൽക്കണ്? വലാ തകുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത് എന്നല്ല പറയുമ്പോൾ നമ്മുടെ ഉമ്മാനോട് നമുക്ക് എങ്ങനെയാണ് കയർത്ത് സംസാരിക്കാൻ കഴിയുക? നമ്മുടെ ഉപ്പാനോട് നമുക്ക് എങ്ങനെ കയർത്ത് സംസാരിക്കാൻ കഴിയുക? നമ്മുടെ വല്യുപ്പാനോടും വല്യുമാനോടും നമുക്ക് എങ്ങനെ കയർത്ത് സംസാരിക്കാൻ കഴിയുക? വീട്ടിലുള്ള വല്യുപ്പാനോടും വല്യുമാനോടും ഉമ്മയോ ഉപ്പയോ കയർത്ത് സംസാരിക്കുന്നത് കണ്ടു പഠിക്കുന്നുണ്ടവൻ. നിങ്ങളുടെ പേരമക്കള്, നിങ്ങളുടെ കുട്ടികള് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ഉപ്പാനോട് ഉമ്മാനോട് പെരുമാറുന്നത്, അതൊക്കെ കൃത്യമായി പഠിക്കുന്നുണ്ടവൻ. അത് അതേപോലെ അതിനേക്കാൾ അതിന്റെ ഇരട്ടിയോ അതിന്റെ 3 ഇരട്ടിയായി തിരിച്ച് നമ്മളോടവൻ പ്രതികരിച്ചു തുടങ്ങും, ഇന്നല്ലെങ്കിൽ നാളെ. അത്തരമൊരു ദുരന്തം ഉണ്ടാകരുത്. നമ്മൾ എങ്ങനെ ഉപ്പാനെ കെയർ ചെയ്യണോ, നമ്മുടെ ഉമ്മാനെ നമ്മൾ സ്നേഹിക്കണോ, ആദരിക്കണോ, എങ്ങനെ നമ്മൾ കൊണ്ടടക്കണോ, അത് കാണും നമ്മുടെ മകൻ, അത് കാണുന്നുണ്ട് നമ്മളെ മകള്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ ആയിരിക്കും ആ കുട്ടികൾ. ആ സ്നേഹത്തോടെയും ആദരവോടുകൂടെയും നമ്മൾ നമ്മുടെ ഉപ്പാന്റെ കൈ പിടിച്ചാൽ അതേ സ്നേഹാദരവോടുകൂടെ നമ്മുടെ മകൻ, നമ്മുടെ മകൾ നമ്മുടെ ഉപ്പാന്റെ, നമ്മുടെ ഉമ്മാന്റെ കൈ പിടിക്കും. എത്ര മാന്യമായിട്ടാണ് നമ്മൾ ഉപ്പാനോടും ഉമ്മാനോടും പെരുമാറുന്നത്, അത് കണ്ടുപഠിച്ച് നമ്മുടെ മകനും മകളും പേരമക്കളും അതേപോലെ ആയിരിക്കും ഉപ്പാനോടും ഉമ്മാനോടും വല്യുപ്പാനോടും വല്യുമാനോടും ഒക്കെ പെരുമാറുക. മാതൃകയാകേണ്ടവരാണ് നമ്മൾ. ഖുർആനാണ് നമ്മുടെ ആ രംഗത്ത് വെളിച്ചമാവുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നത് ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരേണ്ട പ്രാർത്ഥന. ഖത്തറിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുട്ടി, നമ്മുടെ ഒരു പ്രവർത്തകന്റെ മോനാണ്, അവനിരുന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവൻ്റെ അടുത്തിങ്ങനെ പോയിരുന്നു, അവൻ്റെ പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അടുത്തിങ്ങനെ പോയിരുന്നു. എന്താ പറയണെന്നറിയാം. അപ്പൊ ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ വല്ലുപ്പാക്ക് സ്വർഗം കൊടുക്കണേ, അള്ളാഹുവേ വല്ലുമ്മാക്ക് ഉമ്മുമ്മാക്ക് സ്വർഗം കൊടുക്കണേ, അള്ളാഹുവെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ, അള്ളാഹുവെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ, അള്ളാഹുവിൻ്റെ കുഞ്ഞുവാവക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞ് അവൻ തേടാണ്. അള്ളാഹുവിനോട് ഹൃദയം തോർന്നവൻ ചോദിക്കാണ്. ആ പ്രാർത്ഥനക്ക് പടച്ചോൻ മറുപടി കൊടുക്കൂലേ സഹോദരങ്ങൾ? ആ ഇളം മനസ്സിന്റെ തേട്ടം. അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് റഹീമാണ്. ഈ സംഭവം അവന്റെ വല്യുപ്പാനോട് അവന്റെ ഉമ്മാനോട് ഈ സഹോദരൻ ഷെയർ ചെയ്തു. നിങ്ങളെ മകൻ, നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് സ്വർഗം തരാൻ വേണ്ടി തേടാവൻ എന്ന് പറഞ്ഞപ്പോ ആ ഉപ്പ അവന്റെ അടുക്കിലേക്ക് പോയിട്ട് അവൻ എങ്ങനെ അങ്ങോട്ട് ചേർത്തി പിടിച്ച് കുറത്താഴിയും കണ്ണിന് കുളിർമാന്ന് പറഞ്ഞാലേ മകനെങ്ങനെ എന്തൊക്കെയോ ആകലല്ല, മറിച്ച് മകൻ മകനാകലാണ്. മകന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കുമ്പോഴാണ്. അത് അള്ളയും റസൂലും പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മകൻ, നമ്മുടെ മകൾ, നമ്മുടെ പേരമകൻ, നമ്മുടെ പേരക്കുട്ടി വളരുന്നതാണ്. ദീനുള്ള ആദർശബോധമുള്ള ഇസ്സത്തുള്ള ഒരു തലമുറയായി വളരുമ്പോഴാണ്. അതിന് ഖുർആൻ ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം, ആ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ കേവലം ആളുകൾ ഇങ്ങനെ ഓതി പോവാന്നല്ലത്. എന്താ ഓതുന്നെന്ന് പോലും പലപ്പോഴും ഒന്ന് അറിയാനോ പഠിക്കാനോ പോലും താല്പര്യം കാണിക്കാത്ത അവസ്ഥ മാറണം. അള്ളാഹുവിന്റെ ആയത്തുകൾ സ്വാഭാവികമാണ്. നമ്മളത് പഠിക്കുമ്പോൾ ആ അർത്ഥ താല്പര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്വാധീനവും വല്ലാത്തതാണ്. മറിച്ച് തറാവീന് ഇമാമിന്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യാന്ത്രികമായി ഇങ്ങനെ ഒരു നിൽപ്പാണ്. നമ്മൾ കുറച്ചേരം നിന്നിട്ട് എങ്ങാനും കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടി ഉടനെ തന്നെ സെക്രട്ടറിന്റെ ചെവി പോയിട്ട് പറയും, ചങ്ങായി ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, 3 മിനിറ്റ് കൂടുതലാണ് പഠിപ്പിക്കണം. ഇന്നലെ തന്നെ 5 മിനിറ്റ് കൂടി, ഞാൻ പിന്നെയും ക്ഷമിച്ചതാ, ഇന്ന് പിന്നെയും 3 മിനിറ്റ്, നാളെ അമ്മമാരിയാണെങ്കിൽ ഇയാൾ മാറ്റി വേറെ ആളെ കൊണ്ടുവരാനായിട്ടാറ്. കുറച്ചു നേരം ഒരു അല്പസമയം ഖുർആൻ ഓതിയതിനാണിത്. അതേസമയം നമ്മൾ വിശുദ്ധ ഖുർആനിനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നതെങ്കിൽ ഒരായത്ത് കഴിഞ്ഞ് മറ്റേ ആയത്ത് ഓതി, ആ ആയത്ത് കഴിഞ്ഞ് അദ്ദേഹം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ്
പഠിച്ചോനെ അത് ഒന്നുകൂടി ഓതിയിരുന്നെങ്കിൽ, അതിന്റെ ബാക്കി കൂടി ഒന്ന് ഓതിയിരുന്നെങ്കിൽ, അതൊന്ന് കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് മനസ്സിങ്ങനെ കൊതിക്കുന്ന ദാഹിക്കുന്ന സമയം ഉണ്ടാവും. മറ്റതങ്ങനെയല്ല, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടിയാൽ മതി. എന്നിങ്ങനെ സമയം നോക്കും നമ്മൾ. 9:30 പറഞ്ഞാൽ 9:32 ആയാലും 35 ആയാലും പ്രശ്നം. അതേസമയം ഒരു 9:25 കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരത്തെ സമാധാനമായി, എളുപ്പമായി. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു മുഷിപ്പോടുകൂടെയും വെറുപ്പോടുകൂടെയും അല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഈമാനികമായ ഉണർവോടുകൂടെയും ആവേശത്തോടുകൂടെയും ആകണം അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മൾ ഹൃദയത്തോട് സ്വീകരിക്കേണ്ടത് എന്ന് ചുരുക്കം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരിവർത്തനങ്ങൾ ഉണ്ടാകും. വ്യക്തി ജീവിതത്തിലും, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും, നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ആ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ പണ്ട് മാലിക് ദീനാറും ടീമും സംഘവും ഈ മണ്ണിൽ കടന്നു വന്ന് ഇവിടെ സ്വാഭാവികമായും അവരുടെ ജീവിതവും സ്വഭാവവും അവരുടെ വിശ്വാസ ആചാര കർമ്മങ്ങളെല്ലാം കാണുകയാണ് ഈ സമൂഹം. അന്നത്തെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം നിലനിന്ന ഒരു കാലത്ത് ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, പണമുള്ളവനും പണമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും എന്ന് തുടങ്ങി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് നിസ്കാരത്തില്. ഇത് കാണണവര് ഒരു പാത്രത്തിൽ നിന്ന് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മറ്റത് അതല്ലായിരുന്നു. കീഴാള വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം എവിടെ പാത്രത്തിൽ കൊടുക്കൂല, മറിച്ച് പറമ്പിൽ ഒരു ചെറിയ കുഞ്ഞു കുഴി ഉണ്ടാക്കും. എന്നിട്ട് വാഴന്റെ ഇലയോ ചേമ്പിന്റെ ഇലയോ അതിൽ വെച്ചിട്ട് 2-3 ദിവസം പഴക്കമുള്ള പഴങ്കഞ്ഞി അതിൽ ഇട്ടിച്ചു കൊടുക്കും. അതും ശരിക്കും മണ്ണിലിരുന്ന് തിന്നാൻ പാടില്ല, കുനിഞ്ഞുകൂടി ഇരുന്ന് ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നണം. അതൊന്ന് മാറി ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ട്, ഒരു ഇലയിൽ ഭക്ഷണം ഇട്ട് 3-4 ആളുകളും ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബർക്കത്തുണ്ടതിൽ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ആ ഇരുത്തം. നിങ്ങൾ നോക്കി എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? അവരുടെ ഭാഷ പഠിച്ചിട്ട് ആദ്യം അല്ല, അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളും ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിലുമൊക്കെ, അവരുടെ കച്ചവട രംഗത്തുള്ള സത്യസന്ധത, ആളുകളോടുള്ള പെരുമാറ്റത്തിലുള്ള മര്യാദകൾ, മാന്യതകൾ. പിന്നെയാണല്ലോ നമ്മൾ സ്വാഭാവികമായും ഭാഷ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കുറെ ഭാഷ നമ്മൾ അവിടെ നിന്ന് കുറെ പദങ്ങൾ എടുക്കുന്നു, ഇവിടുന്ന് മലയാളികളായ നമ്മൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെ എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് അയൽക്കാരനായ ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ വീട് വിൽക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ അതിന് കൂടുതൽ തൻ്റെ വീട് വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് അയൽക്കാരൻ മുസ്ലിം ആണെങ്കിൽ കുറച്ച് കൂടുതൽ വില അദ്ദേഹം അതിന് പറഞ്ഞിരുന്നു. അതിന് എത്ര വില? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ വിറ്റുപോകുന്ന ഈ സ്ഥലമെങ്കിലും നിങ്ങൾക്കിത് വാങ്ങുക വഴി കിട്ടാൻ പോകുന്ന ഈ സ്ഥലത്തേക്കാൾ വലിപ്പവും മഹത്വമുള്ള ഒരു അയൽക്കാരനെയാണ് ഞാനിവിടെ വിട്ടേച്ചു പോണത്, എൻ്റെ സഹോദരനായ മുസ്ലിം കുടുംബത്തെ. നിങ്ങളുടെ മറ്റേത് കുടുംബക്കാരും മറ്റേത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരും വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താങ്ങും തണലും ആശ്വാസവുമായി, താങ്ങായി തണലായി കൂടെ ഉണ്ടാകും ഈ കുടുംബം. അതെനിക്ക് വലിയ നഷ്ടം. അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഇന്നാണെങ്കിലോ 10 റുപ്യാണെങ്കിൽ വില 5 റുപ്യ തന്നാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് എന്ന വിലയിരുത്തലാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ മുൻഗാമികളിൽ ആ മഹത്വം ഉണ്ടായതും വലിപ്പം ഉണ്ടായതും വിശുദ്ധ ഖുർആൻ അവരവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ആ ഒരു അർത്ഥതലത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ, സഹാബിവര്യന്മാർ സ്വീകരിച്ചതുപോലെ, താബിയങ്ങളും തബഅ താബിയങ്ങളും സ്വീകരിച്ചതുപോലെ, എന്തിനേറെ മുൻഗാമികളായ സലഫുകൾ സ്വീകരിച്ചതുപോലെ നമ്മുടെ മലയാളക്കരയിലെ ഇസ്ലാഹി ചരിത്രത്തിലെ ഇസ്ലാഹി നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ നടന്ന വഴികളിലൂടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി നടന്ന വഴിയിലൂടെ, KM മൗലവി സാഹിബ് നടന്ന വഴിയിലൂടെ, സത്യം പറയണം നുണ പറയരുത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ, നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്കണം, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ വെറും വർത്താനായിട്ടല്ല KM മൗലവി അതിനെ കണ്ടത്. KM മൗലവി അടക്കമുള്ള അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ, KP കേശവമേനോനെ, അതേപോലെ തന്നെ KM മൗലവിയെ, K കേളപ്പനെ തുടങ്ങിയ ആളുകളെ എല്ലാം തന്നെ കണ്ടാൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാണ് ബ്രിട്ടീഷ് പോലീസ്, ബ്രിട്ടീഷ് ഭരണാധികാരികൾ. അന്ന് മഹാത്മാഗാന്ധി കേരള ഘടകത്തിന് കത്തെഴുതി, കേരളത്തിലെ മുൻനിര നേതാക്കന്മാരൊന്നും അറസ്റ്റ് വരിക്കാൻ പാടില്ല. കാരണം നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ബെല്ലാരി സെൻട്രൽ ജയിലിലും ആൻഡമാനിലെ ജയിലിലെല്ലാം കൊണ്ടുവിട്ടിട്ട് അണികളെ ഛിന്ന ഭിന്നമാക്കലാണ് അവരുടെ തന്ത്രം. അതുകൊണ്ട് നേതാക്കന്മാർ ഒരു കാരണവശാലും
അറസ്റ്റ് വരിക്കരുത്, അറസ്റ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കരുത്, ഒളിവിൽ പോകണം, മാറി നിൽക്കണം. ആ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ ഓരോ മേഖലകളിലുള്ള ആളുകൾക്ക് അന്ന് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അതിനിടയിലാണ് കെ എം മൗലവി സാഹിബ് പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറിയാണ് ഷൊർണൂരിലേക്ക്. അന്ന് കോൺഗ്രസ് സമ്മേളനവും ഖിലാഫത്തും പ്രസ്ഥാനത്ത് ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഷൊർണൂർ വെച്ച്. പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറിയാണ് സാക്ഷാൽ കെ എം മൗലവി. അപ്പോഴുണ്ട് ബ്രിട്ടീഷ് പോലീസ് വന്നു. നമുക്കറിയാം കെ എം മൗലവിയുടെ രൂപം, നീണ്ട താടിയും അതേപോലെ തന്നെ ഒരു മനുഷ്യൻ, വളരെ സാത്വികനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോ ബ്രിട്ടീഷ് പോലീസുകാരൻ തടഞ്ഞു. താങ്കൾ എവിടേക്കാണ്? എന്താണ് താങ്കളുടെ പേര്? ഞാൻ തയ്യിൽ മുഹമ്മദ് കുട്ടി എന്ന കെ എം മൗലവി. പോലീസുകാരനോടാ പറയണേ. എവിടേക്ക് പോണു? ഷൊർണൂർക്ക് പോണു. എന്തിനു പോണു? അവിടെ കോൺഗ്രസ് ഖിലാഫത്ത് സമ്മേളനം ഉണ്ട്, ആ മീറ്റിങ്ങിന് പോകും. നിങ്ങൾ നോക്കി, സത്യസന്ധമായി കാര്യം പറയണം. അപ്പൊ പിടിച്ച് അറസ്റ്റ് ചെയ്യും. ആ ബ്രിട്ടീഷ് പോലീസുകാരൻ പറഞ്ഞു, മൗലവി ദയവ് ചെയ്ത് ഇനി ആരോടും നിങ്ങൾ കാര്യം പറയരുത്, നിങ്ങൾ പെട്ടെന്ന് കയറിപ്പോയിക്കോളിയതാണ്. ഷൊർണൂർ എത്തിയ അദ്ദേഹം ഷൊർണൂരിൽ മീറ്റിംഗ് പങ്കെടുക്കുന്നതിനിടയിൽ ഈ വിവരം അവിടെ ചർച്ചയായി. പലരും ഭയങ്കര സങ്കടത്തോടെയും ബേജാറോടുകൂടിയും പറഞ്ഞു, മൗലവി നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്ങാനും അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. ഞങ്ങളുടെ നേതാവായ അങ്ങയെ പിടിച്ച് ജയിലിലിടുന്ന രംഗം ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോ കെ എം മൗലവി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ പിടിക്കപ്പെടണം എന്നതാണ് പടച്ച റബ്ബിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. ഞാൻ പിടിക്കപ്പെടരുത് എന്നതാണ് എൻ്റെ റബ്ബിന്റെ തീരുമാനമെങ്കിൽ എന്നെ പിടിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു നുണ പറഞ്ഞ് ഹാജരാക്കുന്നതിനെ എനിക്ക് ഭയമാണ്. ഇതെവിടെ പറയണം? കെ പി കേശവമേനോനും കെ കേളപ്പനും അടക്കമുള്ള കെ എം ഇ മൊയ്തു മൗലവി സാഹിബ് അടക്കമുള്ള അന്നത്തെ സമുന്നതരായ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും എല്ലാമുള്ള അതുപോലെ ക്രീം ബോഡിയിലാണ് കെ എം മൗലവി വർത്തമാനം പറയുന്നത്. വകുലിൽ ഹഖ് വഇൻകാന മുറ, സത്യം പറയാം അതെത്ര പ്രയാസകരമാണെങ്കിലും എന്നത് വെറും വർത്തമാനമായിട്ടല്ല കെ എം മൗലവി കണ്ടത്. ഐമാനികമായ കരുത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഐമാനികമായ ഭദ്രത എവിടെ നിന്നാണ് കിട്ടുന്നത്? വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ അവർ കണ്ട അതിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും വലിപ്പവും എത്രമേൽ ഉന്നതമായിരുന്നു എന്നുകൂടി സാമാന്യം സാന്ദർഭികം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുക ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ തലങ്ങളിലും ഖുർആനെ ആകണം നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. എങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി വളരും, നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും വർത്തിക്കാനും നമുക്ക് കഴിയും, നമ്മുടെ കൂട്ടുകാരോടും സുഹൃത്ത് ബന്ധങ്ങളും ഏറ്റവും ഊഷ്മളമാക്കാൻ നമുക്ക് കഴിയും, അയൽക്കാരായ മറ്റിതര മതസമൂഹങ്ങളുമായി ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്താൻ നമുക്ക് കഴിയും, അവർക്ക് താങ്ങാകാനും തണലാകാനും ആശ്വാസമാകാനും നമുക്ക് കഴിയും, അവരുടെ വേദനകളും സങ്കടങ്ങളും നമ്മുടെ വേദനകളും സങ്കടങ്ങളായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും, അവരുടെ സന്തോഷത്തിൽ മാനവികമായ മാന്യമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയും. നമ്മുടെ സംസാരവും പെരുമാറ്റവും നടത്തവും ഇരുത്തവും മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ വേഷവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ഏതെല്ലാം കോലത്തിലാണ് പലരുടെയും വേഷവിധാനങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ പല ടൈപ്പാണ് ഇന്നത്തെ വേഷവിധാനങ്ങൾ. കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാത്ത കോലത്തിലുള്ള വേഷവിധാനങ്ങൾ. വലിയ സങ്കടം തോന്നും ചില വേഷവിധാനങ്ങൾ കാണുമ്പോൾ, എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ എന്ന്. മാന്യമായ വേഷവിധാനം സ്വീകരിക്കാൻ കഴിയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുറഫ്ന ഫലാ യുദൈൻ എന്ന ആയത്തിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും മാന്യമായ വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഫ്രാൻസിൽ +2 പഠിക്കണ ഒരു പെൺകുട്ടി, ആ പ്രായത്തിലുള്ള കുട്ടിയെ സ്കാർഫ് ധരിച്ചു എന്ന കാരണത്താൽ ആ സ്കൂൾ മാനേജ്മെന്റ് ആ കുട്ടിയെ പുറത്താക്കി. കുട്ടിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. ആ കുട്ടിയെ തേടിക്കൊണ്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നല്ല ലീഡ് ചെയ്യുന്ന ഒരു മീഡിയ റിപ്പോർട്ടർമാർ 2 ആള്, ഒരു ലേഡിയും അത് ഒരു ചങ്ങാതിയും കൂടെ ഈ കുട്ടിയെ കാണാൻ വരുന്നുണ്ട് ഇന്റർവ്യൂവിന്. അവർ 2 ആളും കൂടെ കുട്ടിനോട് പറഞ്ഞത്, ഇത്രയധികം അറിയപ്പെടുന്ന ഈ രാജ്യത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നീ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്, നീ ഒരു തുണി തലയിലിട്ടെന്നുള്ള കാരണത്താലാണ്, നിനക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകാൻ പോണ്. അപ്പൊ ആ സ്കാർഫ് ശിരോവസ്ത്രം വലിച്ചെറിഞ്ഞ് താട്ടം ഒഴിവാക്കിക്കൊണ്ട് നിനക്ക് തിരിച്ച് ആ സ്കൂൾ കയറിക്കൂടെ? എന്തിനാണ് നിന്റെ ഭാവി തകർക്കണേ? എന്തിനാണ് ഇതിന്റെ പിന്നിൽ പോകുന്നത് എന്നായിരുന്നു ഒരു ചോദ്യം. 10-17 വയസ്സുള്ള ആ പെൺകുട്ടി
തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന തൻ്റെ മുന്നിൽ മൈക്കായിട്ട് കടന്നു വന്ന ആ സ്ത്രീയോട്, ലേഡിയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഡ്രസ് കോഡ് ആരാണ് നിശ്ചയിച്ചത്? ഒരു വലിയ ചെറിയൊരു മിനി സ്കർട്ടൊക്കെ ഇട്ടിട്ടാണ്, കുഞ്ഞു കുപ്പായൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിശ്ചയിച്ചത് ആരാണ്? അത് ഞങ്ങളുടെ മാനേജ്മെന്റാണ്, ഞങ്ങളുടെ ഡയറക്ടർ ബോഡിയാണ് ഈ ഡ്രസ്സ് നിശ്ചയിച്ചത്. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് നിശ്ചയിച്ചത്, എൻ്റെ ഡ്രസ് കോഡ് നിശ്ചയിച്ചത് എന്നെക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബാണ്. എന്താണ് ആ ഉത്തരം? എൻ്റെ ഡ്രസ് കോഡ് നിശ്ചയിച്ചത് എന്നെക്കാളേറെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബാണ്. നിങ്ങൾക്ക് പോകാം. എന്താണ് ഈമാനികമായ കരുത്ത്? അവൾ അങ്ങനെയാണ് അള്ളാഹിന്റെ ആയത്തിനെ കണ്ടത്. അള്ളാഹുവിന്റെ ആയത്തിനെ ഉൾക്കൊണ്ടതും അവരങ്ങനെ തന്നെ. നമ്മുടെ കുട്ടികൾക്ക് ഈ കരുത്താണ്, ഈമാനികമായ ബോധമാണ്, ബോധ്യമാണ് നൽകേണ്ടത്. ആ ബോധവും ബോധ്യവും നൽകുക വഴി നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് ഈമാനികമായ ഇസ്സത്തും ഔന്നത്യവും അവർക്ക് നിലനിർത്താൻ കഴിയും. അതേപോലെ തന്നെ ആൺകുട്ടികൾക്കും, അതേപോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും. അപ്പൊ അതുകൊണ്ട് വേഷവിധാനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഞാൻ വല്ലാതെ വിശദീകരിക്കുകയല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തിലേക്ക് തിരിച്ചു വരിക, വിശുദ്ധ ഖുർആന്റെ വരികളിലേക്ക് തിരിച്ചു വരിക. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാണ് ശരിയായ ചൊവ്വായ വഴിയിലേക്ക് വഴി നടത്തുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥം. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വർത്തമാനം അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന് പറയുമ്പോൾ അതിനങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വിശ്വാസികൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞിരുന്നു, പ്രവാചകന്റെ ശബ്ദമിടറിയിരുന്നു, ആ ചുണ്ടുകൾ വിറച്ചിരുന്നു. സഹാബത്ത് പറഞ്ഞു, ചൂടുവെള്ളം ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ തിളക്കുന്നത് പോലുള്ളൊരു ശബ്ദം പോലെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിതുമ്പുന്നത് ഞങ്ങൾ കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പുന്നു ഖുർആന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. അതിന് സാക്ഷികളായ സഹാബത്ത്, പിന്നിൽ നിൽക്കുന്ന സഹാബിവര്യന്മാർ, അവർ കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി, അവരുടെ താടിരോമങ്ങളിലൂടെ വെള്ളം ഈർന്നിറങ്ങി പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലെ മണൽ തരികൾ നനയുന്നു. ഇന്നാണല്ലോ നമുക്ക് മാർബിളും കാർപ്പറ്റൊക്കെ ഉള്ളത്, അന്ന് മണൽ തന്നെ, അറേബ്യൻ മണൽ. ആ മണൽ നനയണമെങ്കിൽ, കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തു കൂടെ ഇറ്റി വീഴണമെങ്കിൽ എത്ര കണ്ണീര് പൊഴിയണം. അതും താടിരോമത്തുനിന്ന് ഇറ്റി നിലത്ത് വീണ് താഴുള്ള മണൽ തരി നനയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാവും അവര്. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ വരികൾക്ക് മുന്നിൽ ഒന്നും വേണ്ട. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വായിച്ചിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് എത്ര ദിവസമായി, എത്ര ദിവസമായി, എത്ര ആഴ്ചയായി? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ മുന്നിൽ വെച്ചാണ് സൂറത്ത് താഹ പാരായണം ചെയ്യുന്നത്. നമുക്കറിയാലോ ആ ചരിത്രം. അംർ ബിൻ ആസ് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു, അതിനെല്ലാം മറുപടി പറഞ്ഞു ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഒടുവിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആന്റെ ആയത്തങ്ങോട്ട് ഓതി കൊടുക്കുകയാണ് ആ നജാശി രാജാവിന്റെ മുന്നിൽ, എത്തോപ്യൻ ഭരണാധികാരിക്ക് മുന്നിൽ, ഹബിഷയുടെ ഭരണാധികാരിക്ക് മുന്നിൽ. ക്രൈസ്തവ പാതിരിമാരുണ്ട്, വലിയ സമൂഹം ഒന്നടങ്കം. അതിനിടയിൽ ഈ കൊച്ചു സംഘം മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. ആ വലിയ രാജസദസ്സിൽ, രാജദർബാറിൽ സൂറ ത്വാഹ, സൂറ മറിയം, ത്വാഹയല്ല സൂറ മറിയം പാരായണം ചെയ്യുകയാണ് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആനിലെ സൂറ മറിയത്തിന്റെ വരികൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്ന സാക്ഷാൽ നജാശി രാജാവ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ജഅഫർ ബിൻ അബീ താലിബിന്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാണ്, നജാശി രാജാവിന്റെ കണ്ണുകൾ നിറയാണ്. ചരിത്രകാരന്മാർ പറയുന്ന അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു, അദ്ദേഹത്തിന്റെ താടിരോമത്തിലൂടെ ആ വെള്ളം ഇറ്റി എന്ന്. നിങ്ങൾ നോക്കി. എന്നിട്ട് അദ്ദേഹം തന്റെ ചെങ്കോല് കൊണ്ടൊരു വര വരച്ചു. താങ്കൾ പറഞ്ഞത് സത്യമാണ്, നമ്മൾ തമ്മിൽ ഇതാ ഇത്ര അകലെയുള്ളൂ, ഒരു വരയുടെ. അപ്പോഴേക്കും പുരോഹിതന്മാർ ശബ്ദമുണ്ടാക്കി തുടങ്ങി.
അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിശബ്ദരാവുക. അദ്ദേഹം ഈസയെ കുറിച്ച് പറഞ്ഞത് സത്യമാണ്. ഇനി അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്ന് തുടങ്ങുന്ന വരികൾ സത്യമാണ്. അല്ലാഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നബിയുമായി സംസാരിക്കാൻ കടന്നു വന്ന ഒരു ക്രൈസ്തവ കൊച്ചു സംഘം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മദീനത്തെ പള്ളിയിലിരുന്ന് സംസാരം തുടരവേ അള്ളാഹുവിന്റെ ആയത്തുകൾ വിശദീകരിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞു നബിയോട്, സത്യം ബോധ്യപ്പെട്ട കാരണത്താൽ, ഇത് അള്ളാഹുവിന്റെ വഹിയാണെന്ന് ബോധ്യപ്പെട്ട കാരണത്താൽ, ഏകനായ ഇലാഹിന്റെ റസൂലാണ് താങ്കൾ എന്ന സത്യം അവർക്ക് ബോധ്യപ്പെട്ട കാരണത്താൽ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഹുദയും മാർഗദർശനവുമാണ്, അന്തിമ വേദപ്രമാണമാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട കാരണത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിനക്ക് കാണാം നബിയെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൺമുന്നിൽ വെച്ചാണ് അവരുടെ കണ്ണുകൾ നിറയുന്നത്. എന്നിട്ട് എന്താണ് അവർ അള്ളാഹുവിനോട് ചോദിച്ചത്? ഞങ്ങളിതാ പടച്ചറബേ നിനക്ക് വിധേയമാകുന്നു, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ എന്നാണ് നിറകണ്ണുകളോട് അവര് തേടിയത്, നിറകണ്ണുകളോട് അവര് പ്രാർത്ഥിച്ചത്. ഈ പച്ചയായ ഹക്കിന്, ഈ സത്യത്തിന് സാക്ഷികളാകാനുള്ള മഹാസൗഭാഗ്യമാക്കി ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി നീ ഉൾച്ചേർക്കണമേ എന്നതായിരുന്നു അവരുടെ തേട്ടം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കേവലം ഒരുപാട് മതപ്രമാണങ്ങളുടെ കൂട്ടത്തിൽ, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വെറും വായനക്കുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഇത് അത്ഭുതമാണ്, ഇത് മഹാത്ഭുതമാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ സമാഹാരമാണ്. ലോകാവസാനേക്കും വരെയുള്ള ഹുദയാണ്, ഫുർഖാനാണ്, ബുർഹാനാണ്, നൂറാണ്, ശിഫയാണ്. ഈ ഖുർആൻ നമ്മുടെ ജീവിതമാകേണ്ടതുണ്ട്, നമ്മുടെ ജീവിത രേഖയാകേണ്ടതുണ്ട്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കാനും പകർന്നു കൊടുക്കാനും കഴിയേണ്ടതുണ്ട്. അതിനാണ് ലേൺ ദി ഖുർആൻ എന്നുള്ള ഈ പുസ്തക സംവിധാനം. അതിനാണ് ISMന്റെ നേതൃത്വത്തിൽ QHLS എന്നുള്ള സംവിധാനം, വെളിച്ചം എന്ന സംവിധാനം, ചെറിയ മക്കൾക്കിടയിൽ പകർന്നു നൽകാനുള്ള ബാലവെളിച്ചം എന്ന സംവിധാനം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിൽ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന നമ്മൾ തുടർന്നു വരുന്ന സംവിധാനം, അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ആ ഒരു മതിപ്പോടെ, ആ ഒരു മഹത്വത്തോടെ, ആ ഒരു ഉണർവോടെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ വായിക്കാനും പഠിക്കാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു നൽകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വരികൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു ദിവസം വെള്ളിയാഴ്ച, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് 2-3 ദിവസമായിട്ടുള്ളൂ. വെള്ളിയാഴ്ച ജുമാന്റെ സമയമാണ്. ഖത്തീബ് മിമ്പറിൽ കയറാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. മിമ്പറിലേക്ക് ഖത്തീബ് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് സഫിൽ ഇരുന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ കരയൻ. ഖത്തീബിന് അറിയില്ല ഇതാരാണെന്ന്, അയാൾ കരയാണ്. അപ്പൊ അങ്ങനെ കരച്ചിൽ കണ്ടപ്പോൾ പെട്ടെന്ന് മൂപ്പര് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ നെഞ്ചുവേനയോ എന്തെങ്കിലും ഉണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, എന്തോ പ്രശ്നം? അങ്ങനെ വല്ലാതെ തേങ്ങി കരയണ മനുഷ്യൻ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുടുംബപരമായിട്ട്, അല്ലെങ്കിൽ വയറുവേനുണ്ടോ, നെഞ്ചുവേനുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ? ഒന്നുമില്ല. പിന്നെ എന്തിങ്ങനെ കരയണം, വല്ലാതെ തേങ്ങി കരയണ്ടല്ലോ നിങ്ങൾ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് ഈ പള്ളിയിലുള്ളവരൊക്കെ ഇങ്ങനെ ഖുർആൻ ഓതാനാ ഞാൻ കാണുന്നത്. അതെ, അതിന് എനിക്ക് ഓതാൻ കഴിയണില്ലല്ലോ, എനിക്കത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ മനുഷ്യൻ കരയാ. നിങ്ങൾ നോക്കി, ഖുർആൻ ഓതാൻ അറിയുന്ന നമുക്ക് ഓതാൻ നേരല്ല. ജുമാക്ക് നമ്മൾ പള്ളിക്ക് വരുന്നേ, രണ്ടാമത്തെ ഖുതുബ കഴിഞ്ഞ് അവസാനം നോക്കിയിട്ട് നമ്മളെ കയറി വരെ പള്ളിക്ക്. എങ്ങാനന്ന് പള്ളിയിൽ ഖത്തീബ് നേരത്തെ നിർത്തി കഴിഞ്ഞാൽ അടുത്ത മീറ്റിങ്ങിൽ പ്രശ്നം, മൂപ്പര് നേരത്തെ നിർത്തി, എൻ്റെ ജുമാ നഷ്ടപ്പെട്ടു. ഈ കാക്കാക്ക് നേരത്തെ വരാമെന്നുള്ള ബോധമില്ല, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർക്ക് നേരത്തെ വരുന്നുള്ള ബോധമില്ല. ഇത് തനിക്ക് ചുറ്റുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ എനിക്കതിന് കഴിയണില്ലല്ലോ, അവർക്കൊക്കെ കൂലിയിട്ടാണല്ലോ, എനിക്കതിന് ആവണില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ,
2-3 ദിവസം മാത്രമായിട്ടുള്ളൂ. ആ മനുഷ്യൻ്റെ സങ്കടം നോക്കി. ആ സങ്കടം പോലും ഇല്ലാത്തവരായി നമ്മൾ മാറരുത്. ദയവ് ചെയ്ത് ഖുർആൻ വായിക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ കേൾക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഖുർആനുമായി ചേർന്ന് നിൽക്കാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവണം. അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാകണം, എല്ലാ തലങ്ങളിലും. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളിലും പേരമക്കളിലും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ സന്ദേശം നമ്മുടെ ഉറ്റവരിലേക്ക്, ഉടയവരിലേക്ക്, കൂട്ടുകുടുംബങ്ങളിലേക്ക്, അയൽക്കാരിലേക്ക്, നാട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ നോക്കി, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും വിശുദ്ധ ഖുർആൻ എത്തിക്കുക എന്ന വലിയ ദൗത്യവുമായി ISM മുന്നോട്ട് പോയി. എല്ലാ MLA MP അങ്ങനെ തുടങ്ങിയ എല്ലാവരുടെ കയ്യിലും ഖുർആൻ എത്തിച്ചു. കേരളത്തിലെ സിനിമാ നടീനടന്മാരുടെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എത്തിക്കുക എന്ന വലിയ ദൗത്യവും നമ്മൾ ഏറ്റെടുത്ത് അത് നിർവഹിച്ചു. ഖുർആന്റെ എല്ലാ കോപ്പികളും കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ എന്ന് തുടങ്ങിയുള്ള ആളുകൾക്കൊക്കെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എത്തിക്കുക എന്നുള്ള ദൗത്യവും നമ്മൾ മുന്നോട്ട് പോയി. അതിനിടയിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ലഭിച്ച ഒരു സിനിമാ നടൻ ആ ഏത് അഡ്രസ്സിൽ നിന്നാണോ കിട്ടിയത് ആ അഡ്രസ്സിലേക്ക്, അതിൻ്റെ ഫോൺ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അത് എനിക്ക് തന്നെ അയച്ചാണോ നിങ്ങൾ, അതോ അഡ്രസ്സ് മാറി ഇങ്ങോട്ട് വന്നാണോ? അല്ല, അത് താങ്കൾക്ക് തന്നെ അയച്ചതാണ്. അദ്ദേഹം പറയണം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഞാനത് സ്വീകരിക്കുന്നു. നിങ്ങൾ നോക്കി, ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇപ്പോഴും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത, അതിൻ്റെ അർത്ഥമറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതി, ഇസ്ലാം ഭീകരത, ഇസ്ലാം തീവ്രവാദം എന്ന പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആന്റെ ഗ്രന്ഥത്തെ പച്ച മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നമ്മൾ കൊടുക്കുകയാണ് ആർക്കും വായിക്കാൻ കഴിയുന്ന വിധം. നിങ്ങൾ നോക്കി, ഈ അടുത്ത് യൂറോപ്പിൽ തെരുവിൽ വെച്ച് ഒരാൾ വിശുദ്ധ ഖുർആന്റെ കോപ്പി കത്തിച്ചു കളഞ്ഞു. അവിടെയുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്ത്? തിരിച്ച് ബൈബിള് കത്തിക്കാൻ പോയോ? ഇല്ല, അവരൊരു തീരുമാനം എടുത്തു. ആ നാട്ടിലെ മുഴുവൻ വീടുകളിലും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എത്തിക്കുക എന്ന തീരുമാനം. ആ തീരുമാനവുമായി അവിടെയുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ കുവൈറ്റ് ഗവൺമെന്റ് 10 ലക്ഷം ഖുർആന്റെ കോപ്പികൾ അതിനു വേണ്ടി ഏത് പരിഭാഷയിലും അവിടെ എത്തിക്കാനുള്ള പ്രഖ്യാപനം അവർ നടത്തുകയാണ്. സാധാരണക്കാരായ ആളുകളുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു കൈത്താങ്ങ് നൽകാമെന്ന് പറയാണ്. ഖുർആന്റെ കോപ്പി കത്തിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ കത്തി നശിഞ്ഞു പോകുന്നതാണോ അള്ളാഹുവിന്റെ ഗ്രന്ഥം? തിരിച്ച് ബൈബിളും മറ്റേതെങ്കിലും ഗീതയോ മഹാഭാരതമോ ഒക്കെ തിരിച്ച് കത്തിക്കല നമ്മളെ പണി? പാടില്ല. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല, തെറ്റാണ്. 101 വട്ടം അത് തെറ്റാണ്. മറിച്ച് അങ്ങനത്തെ കത്തിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായ ഘടകം എന്താണ്? അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതിന് വിശുദ്ധ ഖുർആനിനെ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷയെ, അതിന്റെ അർത്ഥത്തെ, അതിന്റെ ആശയത്തെ, അതിന്റെ സത്യത്തെ, അതിന്റെ താല്പര്യത്തെ, അത് ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ, അത് ഉയർത്തിപ്പിടിക്കുന്ന സഹോദര്യത്തെ, അത് ഉയർത്തിപ്പിടിക്കുന്ന മാനുഷികമായ ബന്ധങ്ങളെ, അത് ഉയർത്തിപ്പിടിക്കുന്ന നന്മകളെ, അത് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക സമീപനങ്ങളെ, അത് ഉയർത്തിപ്പിടിക്കുന്ന കുടുംബ രംഗത്തുണ്ടാകേണ്ട മര്യാദകളെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ദൗത്യവുമായി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ അറിയാനും പഠിക്കാനും പകർത്താനും ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു നൽകാനും ഇത്തരം ചർച്ചകളും ഇത്തരം സംഗമങ്ങളും ഇത്തരം വഅദ് പ്രോഗ്രാമുകളും ഇത്തരം ഉദ്ബോധനങ്ങളും സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ റബ്ബേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അർഷിന്റെ തണൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണമേ. ഖുർആനിനെ ഹൃദയത്തോട് ചേർത്തു വച്ച ഞങ്ങളുടെ പൂർവ്വസൂരികളായ സലഫുകളുടെ മാതൃകയെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ ഖുർആനിന് ഹൃദയം തുറന്ന് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അഭിമാനത്തോടെ ഇസ്സത്തോടെ ലോകത്തിന് പകർന്നു നൽകാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. അർഹമുറാഹിമീനായ റബ്ബേ, ജീവിക്കുന്ന ഖുർആനുകളാകാനുള്ള മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പേരമക്കളെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങളുടെ പിൻഗാമികളായി കടന്നു വരുന്ന ലോകാവസാനം വരേക്കുള്ള ഞങ്ങളുടെ പിൻഗാമികളെ, ഞങ്ങളുടെ പിൻതലമുറയെ നീ ഖുർആനിൽ സുന്നത്തിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവർക്ക് പ്രിയപ്പെട്ടതാക്കണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ,
രോഗങ്ങൾ കൊണ്ടും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവർക്കെല്ലാം നീ ശിഫയും ആശ്വാസവും ശമനവും നൽകി സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ത്യ മണ്ണിൽ നിലനിൽക്കുന്ന, കേരള മണ്ണിൽ നിലനിൽക്കേണ്ട എല്ലാ അർത്ഥത്തിലുള്ള സ്നേഹ സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഇസ്ലാം ഭീകരതയാണ്, ഇസ്ലാം തീവ്രവാദമാണ് എന്ന പച്ചക്കള്ളങ്ങൾക്കുള്ള മറുമരുന്നായി ഇസ്ലാം സമാധാനമാണ് എന്ന് ഉറക്കെ പറയാനും ആ യാഥാർത്ഥ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പേരമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മയ്യത്തിൻ്റെ അരികിൽ നിന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന, തേടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നീ ഞങ്ങളുടെ മക്കളെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തിരുമാറാകണമേ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറസാന്നിധ്യങ്ങളായി മുന്നോട്ട് പോവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങകലെ ഫലസ്തീനിൽ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ, ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഉപ്പമാർ നഷ്ടപ്പെട്ട, ഉമ്മമാർ നഷ്ടപ്പെട്ട, വീടും കുടുംബവും നഷ്ടപ്പെട്ട പതിനായിരങ്ങൾ, അവർക്ക് നീ അമ്നും സലാമത്തും പ്രദാനം ചെയ്യുമാറാകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, എന്നും ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഷൗക്കത്ത് അലി അൻസാരി ആയിരിക്കും നന്ദി പറയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ISM സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പീഡിയക്കിൽ സാർ വളരെ സാരസമ്പൂർണമായ ഒരു പ്രഭാഷണമാണ് നടത്തിയത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും വളരെയധികം അവരുടെ ഭൂതകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടാകും. നമുക്കറിയാം, റമളാൻ നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മഹാത്മ്യം, അതിൻ്റെ പ്രതിഫലം ഒക്കെ നമ്മളോട് വിശദീകരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഈ വരുന്ന നോമ്പ് അതിൻ്റെതായ രൂപത്തിൽ സ്വീകരിക്കുവാനും ആ നോമ്പ് കാലഘട്ടത്ത് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലുപരി വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ചിന്തിക്കുവാനും അത് ജീവിതത്തിൻ്റെ മേഖലകളിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാനും നമുക്കൊരു ആവേശമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ട് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയുണ്ടായി. അതായത് 1996-97 സന്ദർഭത്തിൽ നമുക്കറിയാം, മാധവിക്കുട്ടി എന്ന് പറയുന്ന കവയിത്രി, അവൾ മരണപ്പെട്ടത് മുസ്ലിം ആയിക്കൊണ്ടാണ് മരണപ്പെട്ടത്. അവൾ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ ഒരു 7 മാസം മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. സ്ത്രീകൾക്ക് അനുയോജ്യമായ വസ്ത്രം അത് ഇസ്ലാമിൻ്റെ വസ്ത്രമാണ്, ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വളരെ നമുക്ക് ഉപകാരപ്പെട്ടു. എല്ലാവരുടെയും മനസ്സിലേക്ക് വളരെയധികം ആവഹിക്കുന്ന, നമുക്കൊരു ഒരു പ്രതീക്ഷ നൽകുന്ന സാരസമ്പൂർണമായ പ്രഭാഷണമാണ്.
അതിനാൽ ഈ സന്ദർഭത്തിൽ ഈ മഹലിലെ ISM-ൻ്റെയും MSM-ൻ്റെയും KNM-ൻ്റെയും അതിലുപരി ഈ മഹലിൻ്റെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ചിന്തിക്കുവാനും പ്രഭാഷണം നടത്തുവാനും ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പിന്നെ മറ്റൊരു കാര്യം, നാളെ നമ്മോട് സംസാരിക്കുന്നത് ഷൗക്കത്ത് അലി അൻസാരി അവറുകളാണ്. എല്ലാവരും നമ്മൾ ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും.